السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اتقوا الله عباد الله، أوصيكم وإياي أولا بتقوى الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون. الذي جعل لكم الأرض فراشا والسماء بناء فأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. ഈ പ്രഭാഷണത്തിന്റെ പ്രസീഡിയൻ നിയന്ത്രിക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, ഈ പ്രദേശത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു പ്രഭാഷണം എന്ന നിലയിൽ അത് കേൾക്കാൻ വേണ്ടി വന്നു ചേർന്നിട്ടുള്ള സഹൃദയരെ, ആധുനിക കാലഘട്ടത്തിലെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അഭൂതപൂർവമായ വൈജ്ഞാനിക വളർച്ചകളുണ്ടായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. പണ്ടൊക്കെ ഒരു നാട്ടിൽ പ്രസംഗം കേൾക്കാൻ നമ്മൾ നേരിട്ട് പോകണം. എന്നാൽ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ലോകത്തിന്റെ ഏത് ഭാഗത്ത് പ്രസംഗം നടക്കുമ്പോഴും ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും ആളുകൾക്ക് കാണാൻ സാധിക്കുന്ന ഒരവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രസംഗം ഒരു സ്ഥലത്ത് നടക്കുന്നുണ്ടെങ്കിലും അത് കേൾവിക്കാരായി ലോകത്തിന്റെ പല ഭാഗത്തും ആളുകളുണ്ടാവും. നമ്മുടെ മൊബൈലിലും ഇന്റർനെറ്റ് സംവിധാനത്തിലും അതുപോലെ തന്നെ ബൈലക്സ് മെസ്സഞ്ചറിലുമൊക്കെ അവനവന്റെ റൂമിലിരുന്നിട്ട് പ്രസംഗം കാണാൻ സാധിക്കുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് ആരും നമ്മളെ തടയില്ല. എന്താണ് ഓരോ പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരും പറയുന്നത് എന്ന് കേൾക്കാനുള്ള അവസരമുള്ള ഒരു കാലഘട്ടത്തിലാണല്ലോ നമ്മളുള്ളത്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി പടച്ചതമ്പുരാന്റെ കോടതിയിൽ രക്ഷപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം തന്നെ. അള്ളാഹുവിന്റെ കോടതിയിൽ സ്വർഗം കിട്ടാനാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വ്യത്യസ്തങ്ങളായ
മുസ്ലിം സംഘടനകൾ നിലനിൽക്കുന്ന ഈ ഒരു ചുറ്റുപാടിൽ ഞങ്ങളും പറയുന്നതാണ് ശരി എന്ന് പറയാനുള്ള ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യത്തെ വകവെച്ചു കൊടുത്തുകൊണ്ട് തന്നെ എല്ലാവരും ഒരേ ചിന്താഗതിക്കാരാകുക എന്നത് സംഭവ്യമാണോ ലോകത്ത്? ആവില്ല എന്ന് എല്ലാവർക്കും അറിയാലോ. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ആദർശം ഭാര്യ സ്വീകരിക്കുന്നില്ല. ഒരു വീട്ടിലാണല്ലോ ഇത് സംഭവിക്കുന്നത്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ആദർശ പ്രബോധനത്തെ എതിർക്കുകയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ. വീട്ടിലെതിർക്കുക മാത്രമല്ല, നാട്ടുകാരോട് നൂഹ് നബി അലൈഹിസ്സലാം ഭ്രാന്തനാകുന്നു എന്ന് പ്രചരിപ്പിക്കുക കൂടിയാണ് ആര് ചെയ്യുന്നത്? നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ ചെയ്യുന്നത്. പിന്നെ ഒരു പൊന്നോമന മകനുണ്ടായി. ആ മകനും നൂഹ് നബിക്ക് എതിരായിരുന്നു. ബാപ്പ ചിന്തിക്കുന്നതോ ബാപ്പ മനസ്സിലാക്കിയതോ, ബാപ്പ ഒരു പ്രവാചകനായിട്ട് പോലും ഒരു ഭാര്യ എന്ന നിലയിലും മകൻ എന്ന നിലയിലുമൊക്കെ ബാപ്പായിൽ അള്ളാഹുവിന്റെ ദിവ്യ വചനങ്ങൾ ഇറങ്ങുന്നത് മനസ്സിലാക്കിയിട്ടുള്ള ആളുകളായിട്ട് പോലും അവർ നൂഹ് നബി അലൈഹിസ്സലാമിനെ നിഷേധിക്കേണ്ടായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ബാപ്പ ആസർ ഇബ്രാഹിം നബിയുമായി എതിർത്ത് നിന്ന മനുഷ്യനായിരുന്നു. അദ്ദേഹം നരകാവകാശി ആയിരുന്നു എന്നും പ്രവാചക തിരുമേനിയുടെ വചനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. അവിടെ ബാപ്പ മകനോട് പറയുന്നത് അർജുമന്നക വഹ്ജുർനി മലിയ, ഞാൻ നിന്നെ കല്ലെറിഞ്ഞു കൊല്ലും. ഒരു ബാപ്പ മകനോട് പറയണം. ഇപ്പൊ ലോകത്ത് ഇതെല്ലാം ഉണ്ടായിട്ടുണ്ട്. നൂഹ് നബിയോട് ആ നാട്ടുകാർ പറഞ്ഞു, നിന്നെ ഞങ്ങൾ കല്ലെറിയും. ഹൂദ് നബിയോടും സാലിഹ് നബിയോടും ഇത് തന്നെ ആ നാട്ടുകാരായ ആളുകൾ ആവർത്തിക്കുകയാണ് ഉണ്ടായത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവരെ കല്ലെറിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവരെ ആട്ടിയോടി. പ്രവാചകൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ പ്രിയങ്കരരെ? പ്രവാചകനെ തായിഫിൽ നിന്ന് ശത്രുക്കൾ കല്ലെറിഞ്ഞു. നൂഹ് നബി അലൈഹി ഇസ്ലാമിനെയും ഹൂദ് നബിയെയും സ്വാലിഹ് നബിയെയും ഒക്കെ കല്ലെറിയുമെന്ന് നാട്ടുകാർ പറയുകയും പല പ്രവാചകന്മാരെയും അവർ കൊല്ലുകയും പല പ്രവാചകന്മാരെയും അവർ കല്ലെറിയുകയും പല പ്രവാചകന്മാരെയും നാടുകടത്തുകയും ഒക്കെ ചെയ്തതായി അള്ളാഹുവിന്റെ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നു. ഖുർആനിലൂടെ വളരുന്ന ഒരു വിശ്വാസിക്ക് ഒരിക്കലും ഹക്കിനെ വിട്ട് പുറത്തോട്ട് പോകാൻ സാധിക്കില്ല. നമുക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു ദുരന്തം എന്താണെന്ന് ചോദിച്ചാൽ, ഖുർആൻ പഠിക്കരുത് എന്നൊരു മെസ്സേജാണ് മുസ്ലിങ്ങൾ പൊതുവെ കേട്ട് ശീലിച്ചു പോന്നിട്ടുള്ളത്. ഇപ്പൊ ഞാൻ ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ദുബായിൽ ജോലി ചെയ്യുന്ന ഒരാള്, അയാളുടെ ഭാര്യയും മക്കളും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയത്തോട് ഇഷ്ടമുള്ളവരാണ് എന്ന് അയാൾ അറിയാം. ഈ ആദർശത്തോട് ഇഷ്ടമില്ലാത്ത ഒരാളാണ് അയാൾ. അയാൾ വളരെ ആത്മാർത്ഥമായി വീട്ടിലേക്ക് വിളിച്ചിട്ട് പറയാണ് മക്കളോട്, ബാപ്പ പോകുന്ന സ്വർഗത്തിൽ മക്കൾ ഉണ്ടാകണമെന്നാണ് ബാപ്പാന്റെ ആഗ്രഹം. അതുകൊണ്ട് മക്കൾ ഖുർആൻ ഒരു കാരണവശാലും പഠിക്കരുത്. ഒരു ബാപ്പ പറയണത് ബാപ്പാന്റെ കൂടെ മക്കൾ സ്വർഗത്തിൽ ഉണ്ടാകണമെന്നാണ് ബാപ്പാന്റെ ആഗ്രഹം. നിങ്ങൾ ഖുർആൻ അർത്ഥം പഠിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കേൾക്കാൻ കഴിഞ്ഞത്. ഖുർആൻ അർത്ഥം പഠിക്കരുതേ, അർത്ഥം പഠിച്ചാൽ നിങ്ങൾ നരകത്തിലായി പോകുമേ എന്നാര് പറയാണ്? ആത്മാർത്ഥമായി അയാൾ വളരെ ആത്മാർത്ഥമായി പറഞ്ഞതാണ്. മാത്രമല്ല അയാൾ സ്വർഗത്തിലാണെന്നും അയാൾ ഉറപ്പിച്ചു. അല്ലാഹ് ഖുർആൻ ഇറക്കി അത് പഠിച്ചാലേ സ്വർഗത്തിലെത്തൂ എന്ന് പറഞ്ഞിട്ട് ഇയാൾ പറയണത് പഠിച്ചാൽ നരകത്ത് പോകും, അത് പഠിച്ചാൽ സ്വർഗം. പിന്നെ എന്തിനാ അല്ലാഹ് ഈ ഖുർആൻ ഇറക്കിയത്? അതൊന്നും അയാളോട് ചോദിച്ചിട്ട് കാര്യമില്ല. കാരണം അത് ഉസ്താദിനറിയില്ലേ. ഉസ്താദാ ഞങ്ങളോട് പറഞ്ഞ അർത്ഥം പഠിക്കരുത്. തഖ്ബീറുൽ ഇഖ്വാൻ മിൻ തർജമത്തിൽ ഖുർആൻ എന്ന പുസ്തകത്തിലൂടെ ഒരു വലിയ പ്രഗത്ഭനായ മുസ്ലിയാരാണ് പറഞ്ഞത് എന്ത്? ഖുർആൻ അർത്ഥം പഠിക്കൽ പാടില്ലാത്തതാണ്, നിഷിദ്ധമാണ്, പിഴച്ചു പോകും എന്ന് ഈ പുസ്തകത്തിന്റെ 16ാമത്തെ പേജിൽ പറഞ്ഞതാണ്. ഉസ്താദ് ലോകം അറിയപ്പെട്ട ഇത്രയും വലിയൊരു ഉസ്താദ് അങ്ങനെ പറയോ എന്നാണ്
നാടനായ മനുഷ്യന്മാരുടെ ധാരണ. കാരണം ഉസ്താദുമാര് നമ്മളോട് തെറ്റ് പറയോ, നമ്മളെ പഴപ്പിക്കോ എന്ന് ആരും ചിന്തിച്ചാൽ, അതേതൊരാളും സാധാരണക്കാരായ ഒരു മുജാഹിദും ചിന്തിക്കേണ്ട, മൗലവി നമ്മളെ തെറ്റ് പറയോ എന്നാണ് ആ ചിന്ത. അവരുടെ ചിന്ത അവർക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയും. യഥാർത്ഥത്തിൽ ഖുർആൻ പഠിക്കാതിരുന്നാലാണോ സ്വർഗത്ത് പോവുക, ഖുർആൻ പഠിച്ചാലാണോ സ്വർഗത്ത് പോവുക? അത് വളരെ ലളിതമായി മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതും വിലയിരുത്തേണ്ടതുമാണല്ലോ, അല്ലേ? അറേബ്യക്കാരായ ആളുകൾ ഖുർആൻ പഠിക്കാത്തത് കൊണ്ടാണോ സ്വഹാബികളെ അള്ളാഹ് ഇഷ്ടപ്പെട്ടത്? അല്ല, വിശുദ്ധ ഖുർആൻ പഠിച്ചത് കൊണ്ടാണോ? എന്താണ്? വിശുദ്ധ ഖുർആൻ പഠിച്ചത് കൊണ്ടല്ലേ അള്ളാഹ് അവര് നന്നായത്, ആ സമൂഹം നന്നായത്. കാരണം അള്ളാഹ് പറയാണ്, വിശുദ്ധ ഖുർആനിലെ കുറച്ച് ആയത്തുകളെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അള്ളാഹുവിന്റെ ഖുർആനിലെ വചനങ്ങൾ കേൾക്കുമ്പോ അത് സ്വന്തമല്ല, പടച്ചവന്റെ വചനമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി. ഖുർആനിലെ 62-ാം അധ്യായം സൂറത്ത് ജുമഅയാണ്. സൂറത്ത് ജുമഅ എന്ന് പറഞ്ഞ് ഒരധ്യായം അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിലുണ്ടല്ലോ. ആ അധ്യായത്തിൽ അല്ലാഹ് പറയാണെന്ത്? ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. ഞാനൊരു പ്രവാചകനെ നിങ്ങൾക്കിടയിൽ നിയോഗിച്ചു. നിരക്ഷരനായ ഒരു പ്രവാചകനെ നിങ്ങൾക്കിടയിൽ നിയോഗിക്കുകയാണ്. അങ്ങനെ അള്ളാഹു പറയാൻ അങ്ങനെ നിയോഗിച്ചു. ആ സമൂഹം ആരായിരുന്നു? അക്ഷരജ്ഞാനമില്ലാത്ത. അള്ളാഹു അവരെ പറ്റി പറഞ്ഞ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. വഇൻ കാനൂ മിൻ ഖബ്ൽ. ആ വാചകം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. ഇതൊന്നും ഞാൻ എന്റെ വക അർത്ഥം പറയല്ല. അതുകൊണ്ടാണ് അധ്യായ നമ്പറും വചന നമ്പറും ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നെ. അതിൽ പറയുന്നത് എന്താണ്? വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. വ്യക്തമായ വഴികേടിലായിരുന്നു അവർ ഇതിനു മുമ്പ്. ഏതിനു മുമ്പ്? അറേബ്യയിലെ ജനങ്ങളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇതിനു മുമ്പ് അവർ വ്യക്തമായ വഴികേടിലായിരുന്നു എന്നാ പറയുന്നത്. വ്യക്തമായ വഴികേട്. ഏതിനു മുമ്പ്? പ്രവാചകൻ വരുന്നതിന് മുമ്പ്. പിന്നെ ഏതിനു മുമ്പ്? ഖുർആനും സുന്നത്തും അവർക്ക് പ്രവാചക തിരുമേനി വായിച്ചു കൊടുക്കുന്നതിന് മുമ്പ്. അല്ലാഹ് പറയാണ് വയുസക്കീഹിം. അവരെ സംസ്കരിച്ചു, നല്ല സംസ്കാരമുള്ളവരാക്കി. മുമ്പ് അവരതായിരുന്നില്ല. അവർ അല്ലാത്തവരോട് പ്രാർത്ഥിച്ചിരുന്നു, അല്ലാത്ത ആളുകളെ അവർ ആരാധിച്ചിരുന്നു, അല്ലാഹു അല്ലാത്തവരുടെ മുമ്പിൽ അവർ നേർച്ച നേർന്നിരുന്നു. അവർ മദ്യപാനികളായിരുന്നു, വ്യഭിചാരം അവിടെ സാർവത്രികമായിരുന്നു, പലിശക്ക് കൊടുക്കാറുണ്ടായിരുന്നു, വാങ്ങാറുണ്ടായിരുന്നു, ഇതെല്ലാം അവർ ചെയ്യാറുണ്ടായിരുന്നു. എന്നാൽ വയുസക്കീഹിം, അവരെ പ്രവാചക തിരുമേനി സംസ്കരിച്ചു. എങ്ങനെ? വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് വിശദീകരിച്ചു കൊടുത്തു റസൂലുള്ളാഹ്. എന്നിട്ടോ വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. അല്ലാഹുവിന്റെ ഗ്രന്ഥമായ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും ആ പ്രവാചകൻ അവരെ പഠിപ്പിച്ചു. നമ്മളിവിടെ ഈ വളാഞ്ചേരിയിലെ ബാവുപടിയിലെ എന്റെ പ്രസംഗം കേൾക്കുന്ന ആളുകൾ വളരെ ഗൗരവമായി ആലോചിക്കേണ്ടത്, അറബികൾ വളരെ വൃത്തികെട്ടവരായിരുന്നു. എല്ലാ അർത്ഥത്തിലും ശക്തരായി റസൂലുള്ളാഹിനെ എതിർത്തവരായിരുന്നു. വലിയ തിന്മയിലായിരുന്നു അവര്. എന്നാൽ പിന്നീട് അള്ളാഹു അവരെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു, അള്ളാഹു അവരെ ഏറ്റവും കൂടുതൽ പ്രശംസിച്ചു. അവരെ പിന്തുടർന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ നരകത്ത് പോകുന്ന വരെ ഖുർആൻ പറഞ്ഞു അവരെ പറ്റി. ഇത് അള്ളാഹു തന്നെ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ എന്ന് പറഞ്ഞ അതേ കൗമിനെ പറ്റി പിന്നെ അള്ളാഹ് പറയുന്നത് എന്തറിയോ? അവരെ പിൻപറ്റാത്തൊരു നരകത്ത് പോകും. ആദ്യ കാലഘട്ടത്തിൽ അവരുടെ അവസ്ഥ എന്താണ്? അവരെ പിൻപറ്റിയ പഴിച്ചു പോവുകയാണ് ചെയ്യുക. എന്നാൽ പിന്നെ അവരെന്ത് ചെയ്തു? അള്ളാഹുവിന്റെ റസൂലിന്റെ ദഅവത്ത് അവർ ശ്രദ്ധിച്ചു. നാട്ടുകാരായ ആളുകളൊക്കെ അക്കാലത്ത് പറഞ്ഞു, തബ്ബല്ലത്തിയ മുഹമ്മദേ, മുഹമ്മദേ നിനക്ക് നാശം. നബീന്റെ എളാപ്പയാണ് ആദ്യമായിട്ട് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുഹമ്മദേ നിനക്ക് നാശം എന്ന് ആദ്യമായി പറഞ്ഞ നബീന്റെ എളാപ്പയാണ്.
റസൂലുള്ളാഹിനെ എതിർത്തത് ആദ്യമായിട്ട് എളാപ്പയാണ്. എന്നിട്ട് ചോദിച്ചു, ഇതിനാണോ നീ ഞങ്ങളവിടെ വിളിച്ചുണർത്തിയത്? ഫറക്ത ജമാഅത്തന, നീ ഞങ്ങളുടെ ഈ ജമാഅത്തിൽ ഭിന്നിപ്പുണ്ടാക്കി. ഞങ്ങളൊക്കെ നല്ല ഐക്യത്ത് കഴിഞ്ഞവരായിരുന്നു, നല്ല സ്നേഹത്തിൽ കഴിഞ്ഞവരായിരുന്നു. ആ സ്നേഹത്തിൽ കഴിഞ്ഞ ഞങ്ങളെ നീ തെറ്റിച്ചു കളഞ്ഞു എന്ന് അവരെ കാലത്ത് പറഞ്ഞു. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി ഒരു തിന്മയായ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കാൻ നമുക്ക് പാടുണ്ടോ? വിശ്വാസികൾക്ക് പാടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോ ആ നാട്ടുകാർ പറഞ്ഞ വാചകങ്ങളാണ് ഇതൊക്കെ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തവർ നന്നായതിനു ശേഷം അല്ലാഹ് പറഞ്ഞത് എന്താ? കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅമുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്. നിങ്ങൾ ഒരു ഉത്തമ സമുദായമാണ്, നന്മ കൽപ്പിക്കുന്നവർ നിങ്ങൾ, തിന്മ വിരോധിക്കുന്നവരും നിങ്ങൾ, നല്ല കാര്യങ്ങളുടെ പ്രയോക്താക്കളായി ജീവിച്ചവർ നിങ്ങൾ. ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടവരാണ് നിങ്ങൾ. ഉഖ്രിജത് ലിന്നാസ് തഅമുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. അല്ലേ, ജനങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട ഉത്തമ സമുദായം. അതാണ് ആര്? സഹാബികള്. അവരെ പിൻപറ്റിയിട്ടില്ലെങ്കിലോ നമ്മളൊക്കെ കുറ്റക്കാരാണ്. അങ്ങനെയാണല്ലോ പഠിപ്പിച്ചേ, അല്ലേ? ഇത് വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം 103, 104, 110 വചനങ്ങളാണ്. എല്ലാവർക്കും അറിയാം. വേറൊരു സ്ഥലത്ത് അല്ലാഹു പറയണത് വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാനിൻ റളിയല്ലാഹു അൻഹും വറളു അൻ. മുൻകടന്നുപോയ മുഹാജിറുകളെയും അൻസാറുകളെയും നിങ്ങൾ അനുസരിക്കണം. മുഹാജിറുകളെയും അൻസാറുകളെയും നിങ്ങൾ പിന്തുടരണം. വല്ലദീന തബഊഹും ബിഇഹ്സാനിൻ, അവരെ നല്ല നിലയിൽ നിങ്ങൾ പിന്തുടരണം. റളിയല്ലാഹു അൻഹു, അല്ലാഹ് അവരെ തൃപ്തിപ്പെട്ടു. വറളു അൻഹു, അവരല്ലാനെയും അല്ലാഹ് അവരെയും തൃപ്തിപ്പെട്ടു. മാത്രമല്ല അരുവികളൊഴുകുന്ന സ്വർഗത്തോപ്പുകളിൽ നാം അവരെ പ്രവേശിപ്പിക്കും, അവരാണ് വിജയിച്ചവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല 9-ാം അധ്യായത്തിലെ 100-ാമത്തെ വചനത്തിൽ നമ്മളോട് പറയാൻ. സൂറത്ത് തൗബയിലെ 100-ാമത്തെ വചനത്തിൽ അല്ലാഹ് പറയണത്, ഞാൻ സ്വഹാബികളെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ അവരെ പിന്തുടർന്നോളി എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ചിട്ട് അത് കണ്ട് വളർന്ന് അവരുടെ വിശ്വാസം നബി തൃപ്തിപ്പെട്ടു, അവരുടെ ആചാരം നബി തൃപ്തിപ്പെട്ടു, അവരുടെ ആശയം റസൂലുള്ളാഹി തൃപ്തിപ്പെട്ടു. അവർ ജീവിച്ചപ്പോ എന്തെങ്കിലും തകരാറുണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും മനസ്സിലായിക്കൂടെ, നമുക്കൊക്കെ മരിച്ചു പോകണം, സ്വർഗാവകാശികളാകണം, നരകത്തുനിന്ന് രക്ഷപ്പെടണം, അവിടെ ആരും ഉണ്ടാവില്ല എന്ന് നമുക്കറിയാം. എല്ലാവർക്കും അറിയാം. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമൈദിൻ ശഅ്നുൻ യുഗ്നി. സൂറത്ത് അബസയിലെ 80-ാം അധ്യായത്തിലെ 34 മുതൽ 37 വരെയുള്ള വചനങ്ങളിൽ അല്ലാഹ് പറയാണെന്ത്? ബാപ്പ മകനെ നോക്കൂല, ബാപ്പ ഇമ്മയും മക്കളെ നോക്കൂല, മക്കള് മാതാപിതാക്കളെ നോക്കൂല, കുടുംബക്കാര് പരസ്പരം നോക്കൂല, ചെങ്ങാതിമാര് പരസ്പരം നോക്കൂല. എല്ലാരും നഫ്സി 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 നഫ്സിയ എന്ന് പറഞ്ഞ് എല്ലാരും നെട്ടോട്ടമാണ്. ആർക്കും അവർക്ക് അവരുടേതായ ഭാരങ്ങളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്, ബേജാറുണ്ട്. ഉറപ്പായിപ്പോയി നരകവും സ്വർഗവും. അതുകൊണ്ട് അവിടെ ആരും ആരെയും നോക്കൂല. ശരി, അങ്ങനെ ഒരു ലോകത്തേക്ക് ചെല്ലാൻ ആഗ്രഹിക്കുന്ന ഇന്ന് സുന്നി പള്ളിയിൽ നിന്ന് സുന്നിയായി സമസ്തക്കാരനായി മഗ്രിബ് നിസ്കരിച്ച, ജമാഅത്ത് ഇസ്ലാമിയുടെ പള്ളിയിൽ ജമാഅത്തുകാരനായി മഗ്രിബ് നിസ്കരിച്ച, മുജാഹിദുകളുടെ പള്ളിയിൽ മുജാഹിദുകളായി നമസ്കരിച്ച എല്ലാ ഓരോ വിശ്വാസികളുടെയും ആഗ്രഹം എന്താ? സ്വർഗത്ത് പോകണം തന്നെയാണ്, നരകത്തിലെത്തരുതെന്ന് തന്നെയാണ്. ഞങ്ങളുടെ ഉസ്താദുമാര് പറയുന്നതാണ് സ്വർഗത്തിലേക്കുള്ള വഴി എന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ചിട്ടാണ് ഉസ്താദ് നരകത്തിലേക്കാണ് നയിക്കണമെന്ന് മനസ്സിലാക്കി. എന്നാ ആയിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന കുറച്ച് ആളുകളെ ലോകത്തുണ്ടാവും. അല്ലാത്തവരൊക്കെ എന്താണ്? ആത്മാർത്ഥമായി പോണെന്നാ. ഞാൻ എന്താ നിങ്ങളോട് തുടക്കത്തിൽ പറഞ്ഞത്? മക്കളെ, നിങ്ങൾ ഖുർആൻ പഠിക്കുന്നതായി അറിഞ്ഞു, ഖുർആൻ അർത്ഥം പഠിക്കല്ലേ മക്കളെ, നരകത്ത് പോയി പോകുന്നുള്ളൊരു ബാപ്പാന്റെ പരാമർശത്തിൽ നിന്നാ ഇത്രയെത്തി. ഇവിടെ സഹാബികൾ ആദ്യം വളരെ മോശക്കാരായിരുന്നു. സഹാബികളാകുന്നതിന് മുമ്പ് നാട്ടുകാരായി ജീവിച്ച കാലത്ത് വളരെ മോശക്കാരായിരുന്നു എന്ന് അല്ലാഹ് പറയാൻ. ഖുർആനിലെ 3-ാം അധ്യായം 164, ഖുർആനിലെ 2-ാം അധ്യായം 129, ഖുർആനിലെ 2-ാം അധ്യായം 151. ഇതിലെല്ലാം പറയാണ് അവർ വളരെ മോശക്കാരായിരുന്നു. പിന്നെ അല്ലാഹ് പറയാണ് ലോകത്തിലെ ഏറ്റവും ഉത്തമ സമുദായവരാണ്.
റസൂലുള്ളാഹി പറയാണെന്ത്, ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, ഞാനും എന്റെ കൂടെ ജീവിക്കുന്നവരുമാണ് ഏറ്റവും ഉത്തമമായ തലമുറ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബി ത്വാലിബ്, ഇവരെല്ലാം ചേർന്നിട്ടുള്ളൊരു വലിയ സമൂഹം. അവരാണ് ഏറ്റവും ഉത്തമർ. പിന്നെ അതിനടുത്തവർ, പിന്നെ അതിനടുത്തവർ. നോക്കേ, അപ്പൊ അള്ളാഹു സർട്ടിഫിക്കറ്റ് നൽകി സ്വഹാബത്തിന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സർട്ടിഫിക്കറ്റ് നൽകി സ്വഹാബത്തിന്. ഈ ആളുകളുടെ മാർഗം ഇവരേറ്റവും നന്നായി എങ്ങനെ, അതാണല്ലോ അള്ളാഹ് പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മളിത് പറയുന്നത്. ഖുർആൻ അവർ പഠിച്ചു, ഹദീസ് അവർ പഠിച്ചു. അതായത് ഖുർആനിന്റെ അർത്ഥം പഠിച്ചു എന്നർത്ഥം, ആശയം പഠിച്ചു എന്നർത്ഥം, അതിനനുസരിച്ച് അവർ ജീവിക്കാൻ തുടങ്ങി എന്നർത്ഥം. നമ്മൾ ഖുർആനിനെ പുറകോട്ട് മരിച്ചാൽ യാസീൻ ഓതണമെന്ന് വാശിയാണ്. അതാര് തല്ലിയാലും കൊന്നാലും കുത്തിയാലും അടിണ്ടായാലും മരിച്ചെടുത്ത് ഓതണം എന്നാ ഈ വാശി ജീവിതകാലത്ത് ഉണ്ടാവണ്ടേ. ഇപ്പൊ സൂറത്ത് യാസീനിൽ തന്നെ അല്ലാഹ് പറയാണെന്ത്, ലിയുൻതിറ മൻ കാന ഹയ്യൻ വയഹീഖൽ ഖൗലു അലൽ കാഫിരീൻ. ഖുർആനിലെ 36-ാം അധ്യായം സൂറത്ത് യാസീൻ 70-ാമത്തെ വചന. യാസീനിൽ അല്ലാഹ് പറയാണെന്ത്, ഇത് ജീവിച്ചിരിക്കുന്നവർക്ക് ഓതിക്കൊടുക്കാനുള്ളതാണ്, ജീവിച്ചിരിക്കുന്നവർക്ക് ഓതിക്കൊടുക്കാനുള്ളതാണ്. അപ്പൊ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സുഹൃത്ത് ഗൾഫ് പോയി, ദരിദ്രനായിട്ട് അവിടുന്ന് പോയത്, വലിയ സമ്പന്നനായിട്ട് അവൻ തിരിച്ചു വരികയാണ്. സത്യസന്ധമായി തന്നെ ബിസിനസ് ഒക്കെ ചെയ്ത് അള്ളാഹു ബർക്കത്ത് ചൊരിഞ്ഞ് വലിയൊരു പൈസക്കാരനായി വന്നിട്ട് നാട്ടിലവൻ വന്നപ്പോ വലിയ ദൂർത്ത് നമ്മളിങ്ങനെ കാണുകയാണ്. അപ്പൊ പള്ളിയിലെ ഉസ്താദ്, മുമ്പ് പരിചയം ഉണ്ടായിരുന്നേ ചങ്ങാതിമാരായി ജീവിച്ച ഉസ്താദ് വിളിച്ചിട്ട് പറയാണ്, അബ്ദുൽ ജബ്ബാറെ ഒന്ന് കാണാൻ ആഗ്രഹമുണ്ട് എന്ന് പറയണം. ജബ്ബാർ വന്നിട്ട് ജബ്ബാറിനോട്, പിന്നെ നീ ഇവിടുന്ന് പോകുമ്പോൾ നല്ലൊരു മനുഷ്യനായിട്ടൊക്കെ ആയിരുന്നു പോയത്, ഇപ്പൊ ദൂർത്തും അടിച്ചുപൊളിയൊക്കെയാണെന്ന് കേൾക്കുന്നത്. നമ്മുടെ സ്വത്ത് ജബ്ബാറെ ഇങ്ങനെ ചെലവഴിക്കാൻ പാടില്ല. അല്ലാഹ് പറയുന്നുണ്ട് ജബ്ബാറെ, എന്ത് അബ്ദുൽ ജബ്ബാറെ, അല്ലാഹ് പറയുന്നു, വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമ. സമ്പത്ത് ചെലവഴിക്കുകയാണെങ്കിൽ ദൂർത്തടിക്കരുത് എന്ന് അല്ലാഹ് ഖുർആനിൽ പറയുന്നുണ്ട് അബ്ദുൽ ജബ്ബാറെ. പിന്നെ പിശുക്കി പിടിക്കരുതെന്നും അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ രണ്ടിന്റെയും ഇടയിൽ ചെലവഴിക്കണം എന്ന് ഉസ്താദ് ഉപദേശിക്കണമെങ്കിൽ ഈ ആയത്തിൽ ഇങ്ങനെ അള്ളയെന്ന് ഓനെ പഠിപ്പിക്കണ്ടേ, എന്നാലല്ലേ ഓൻ ദൂരത്തുനിന്ന് രക്ഷപ്പെടുക. അത് പഠിക്കരുത്, പഠിച്ചാൽ നരകത്ത് പോകുന്നു പഠിക്കണമെങ്കിൽ എന്ത് മാത്രം പിഴച്ചവരാണ് നമ്മുടെ സമൂഹത്തിലെ പുരോഹിതന്മാരും. നമ്മളൊന്നൊന്ന് ആലോചിച്ചു നോക്കിയേ. ഇത് ദൂർത്തടിക്കുന്ന ഒരു മുജാഹിദിനെ വിളിച്ചിട്ട് ഒരു ഉസ്താദ് പറയാന്ന് വിചാരിച്ചോ, ഇജ് ഭയങ്കര ദൂർത്തൻ, ഇജ് ഒരു മുജാഹിദല്ലേ, ഖുർആൻ പാലിക്കേണ്ടവനല്ലേ, അന്റെ ഖുർആനിലല്ലേ പറയുന്നത്, വാത്തിദിൽ ഖുർബാ ഹഖഹു വൽ മിസ്കീൻ വബ്നുസ് സബീൽ വലാ തുബദ്ദിറു തബ്ദീറ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. കണ്ടോ, ദൂർത്തടിക്കുക. നീ നിന്റെ കുടുംബക്കാര്, മാതാപിതാക്കള്, ഉച്ചവര്, വഴിപോക്കര്, കഷ്ടപ്പെടുന്നവര്, അവർക്കൊക്കെ കൊടുക്കാനുള്ള നിന്റെ ചെലവ് നീ ഇങ്ങനെ ദൂർത്തടിച്ചാൽ കാനൂ ഇഖ്വാന ശയാത്തീൻ, നീ പിശാചിന്റെ സഹോദരനാണ്, കൂട്ടാളിയാണെന്ന് അല്ലാഹ് പറയുന്നത്. അതുകൊണ്ട് ഇത് പൈശാചികമാണ്, ചെയ്യല്ലേ അബ്ദുൽ ഖാദറെ എന്ന് പറയണമെങ്കിൽ ഈ ആയത്ത് ഖുർആനിൽ ഉണ്ടെന്നും ഇത് അല്ലാഹു മനുഷ്യരെ നന്നാക്കാൻ അവതരിപ്പിച്ചതാണെന്നും നമ്മൾ അംഗീകരിക്കണ്ടേ. അത്രയും മുജാഹിദുകൾ ആ കാര്യത്ത് പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 25-ാം അധ്യായം സൂറത്ത് ഫുർഖാനിലെ 67-ാമത്തെ വചനാണ് ഞാൻ ആദ്യം കേൾപ്പിച്ചത്. രണ്ടാമത്തേത് 17-ാം അധ്യായത്തിലെ 26-ാമത്തെ വചനം കേൾപ്പിച്ചത്. ഞങ്ങൾ ഇതല്ലേ നിങ്ങളോട് പറയുന്നുള്ളൂ, ഇത്രയല്ലേ നിങ്ങളോട് ഞങ്ങൾ വിശദീകരിക്കുന്നുള്ളൂ. ഇത് കേൾക്കാൻ തന്മനസ്സില്ലെങ്കിൽ, അള്ളാന്റെ കലാമ് കേട്ടിട്ട് സഹിക്കുന്നില്ലെങ്കിൽ നമ്മളെ കുറിച്ചൊന്ന് ആലോചിക്കണ്ടേ. അള്ളാഹ് എനിക്ക് അവതരിപ്പിച്ച ഖുർആൻ കേൾക്കും എനിക്ക് ചൂടാകണ്, അപ്പൊ എനിക്ക് എന്തോ ഒരു തകരാറുണ്ട്. ഇപ്പൊ മുജാഹിദുകൾ പ്രസംഗിക്കുന്നിടത്താണല്ലോ ഏറ്റവും കൂടുതൽ ഖുർആൻ ഓതുക. കാന്തപുരം എ പി ഓക്കർ മുസ്ലിയാര് ഒരു പ്രസംഗത്ത് പറയുന്നുണ്ട്, 2 മണിക്കൂർ മുജാഹിദുകൾ പ്രസംഗിച്ചാൽ 100 കണക്കിന് ആയത്തുകൾ മുജാഹിദുകൾ ഓതും. നമ്മളോ സുന്നികളോ 2 മണിക്കൂർ പ്രസംഗിച്ചാൽ ഏറിയാൽ ഒരായത്ത്, ഇല്ലേ 2 ആയത്ത്. ഇത് ആര് പറയുന്നതാണ്? അല്ലാഹ് പറഞ്ഞാലും കേൾക്കൂല, ഉസ്താദ് പറഞ്ഞാൽ കേൾക്കുന്നറിയുന്ന സ്ഥാനം നൽകിയ ഉസ്താദ്. അല്ലാഹ് പറഞ്ഞ് കേൾക്കൂല, റസൂല് പറഞ്ഞ് കേൾക്കൂല, ഉസ്താദ് പറഞ്ഞാൽ ഞങ്ങൾ കേൾക്കുക മാത്രമല്ല മരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളോട് ഞാൻ വളരെ വിനീതമായി ചോദിക്കുകയാണ്. ആ ഉസ്താദ് പറയാണെന്ത്, മുജാഹിദുകൾ 2 മണിക്കൂർ പ്രസംഗിച്ചാല് 100 കണക്കിന് ആയത്തുകൾ ഉദ്ധരിക്കും, നമ്മളോ 1-2.
ഇത് നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. എന്തിനാണ് മുജാഹിദുകൾ ആയത്തുദ്ധരിക്കുന്നത്? അല്ല പറയാണ് ആയത്തുദ്ധരിച്ചേ പ്രസംഗിക്കാവൂ, ഹദീസ് ഉദ്ധരിച്ചേ പ്രസംഗിക്കാവൂ, ജനങ്ങളോട് ഖുർആനിലേക്കും സുന്നത്തിലേക്കും വരീനേ പറയാവൂ എന്ന് അല്ല പറയുന്നു. ഞാൻ 2 ഉദാഹരണങ്ങൾ പറയും, നിങ്ങൾക്ക് 2 സ്ഥലത്ത് പറഞ്ഞുതരാം. മതപരമായി അഭിപ്രായ ഭിന്നത നമുക്കിടയിലൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് കാര്യങ്ങളിലുണ്ട്. ആ കാര്യങ്ങളിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാകുമ്പോ യഥാർത്ഥത്തിൽ അള്ളാഹു പറഞ്ഞത് എന്താണ്? മുജാഹിദുകൾ 921 ശേഷം വന്നവർ ആവട്ടെ, ബാക്കിയുള്ളവരൊക്കെ ഇതിന് ശേഷം വന്നവരാ. കേരളത്തിലെ സമസ്ത 926 ഞാൻ വെറുതെ പറയല്ല, 85ാം വാർഷികല്ലേ ഇപ്പൊ കൊണ്ടാടിയത്. 85ാം വാർഷികം, 85 എന്ന് പറഞ്ഞാല് ഇപ്പൊ കണക്കൂട്ടിക്കോളി, എത്ര കൊല്ലായി മുജാഹിദുകൾ വന്നതിന് ശേഷം. മുജാഹിദുകളോ 1923, സമസ്തയോ 1926. അപ്പൊ 3 കൊല്ലം മുമ്പേ ഉള്ളവരാരാ? മുജാഹിദുകൾ. അതിൽ നിന്ന് തെറ്റിയിട്ടാണ് സമസ്ത ഉണ്ടായത്. അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ കേരളത്തിന്റെ രജിസ്റ്റേർഡ് ആക്ട് പ്രകാരം ആദ്യമായി ഒരു മതസംഘടന രജിസ്റ്റർ ചെയ്തത് ഏതാണെന്ന് നിങ്ങൾ ഇവിടുത്തെ നിയമം പരിശോധിച്ചിട്ട് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് കാണാം, മുജാഹിദ് പ്രസ്ഥാനാണ് ആദ്യത്തെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള സംഘടന. അന്ന് മുതൽ ഇന്ന് വരെ ജനങ്ങളോട് നമ്മൾ ഗൗരവമായി പറയുന്നത് എന്താണ്? ഇതാ അള്ളാന്റെ ഖുർആൻ നമ്മുടെ മുമ്പിലുണ്ട് ജനങ്ങളെ, റസൂലുള്ളാഹിന്റെ വചനം നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ഫൈൻ തനാസഅതും ഫീ ശൈഇൻ ഫർദൂഹു ഇലല്ലാഹി വറസൂലി ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി ദാലിക ഖൈറുൻ വഅഹ്സനു തഅവീല. ഇത് ഖുർആനിലുള്ളതാണ്. 4-ാം അധ്യായം ഖുർആനിലുണ്ട് എന്ന് പറഞ്ഞു പോവുകയല്ല, അധ്യായ നമ്പർ പറയണം. എന്തിന്? നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഖുർആൻ നോക്കാൻ. എന്നെ വിളിച്ചിട്ട് പുതുതായി മുജാഹിദായ ഒരു AP സുന്നിയിൽ പ്രവർത്തിച്ച ഒരാൾ പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ ഇങ്ങനെ അധ്യായ നമ്പറും അതിന്റെ വചന നമ്പറും പറഞ്ഞപ്പോ ഞാൻ ഞങ്ങളുടെ ഉസ്താദുമാരുടെ പരിഭാഷ നോക്കി. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, മുജാഹിദുകളാണ് ശരി, മുജാഹിദുകൾ പറയുന്നതാണ് ശരി. ഞാൻ എന്റെ മനസാക്ഷിയോട് ചോദിച്ചു, ഞാൻ എന്റെ റബ്ബിനോട് ചോദിച്ചു. കാരണം സുന്നി പണ്ഡിതന്മാർ പ്രസിദ്ധീകരിച്ച പരിഭാഷ നോക്കാനാണല്ലോ നിങ്ങൾ പറഞ്ഞത്. ആ പരിഭാഷ നോക്കിയപ്പോ പോലും അതിൽ മുജാഹിദാശയുള്ളത്. അതുകൊണ്ട് പിന്നെ ഞാൻ കാത്തു നിന്നില്ല, ഞാൻ മുജാഹിദായി. ഇതാരും നിർബന്ധിച്ചിട്ടല്ലല്ലോ, ഈ തെളിവ് കണ്ടിട്ടാണ്. യുവാക്കളെ എന്തൊക്കെ കാര്യം നമ്മൾ പഠിക്കുന്നുണ്ട്. കണ്ട ആളുകൾ എഴുതിയ സയൻസ് പഠിച്ച SLC പാസ്സാവണില്ലേ, +2 പാസ്സാവണില്ലേ, ഡിഗ്രി എടുക്കണില്ലേ? APK സുന്നി മുജാഹിദും ജമാഅത്തും ഒക്കെ അള്ളാന്റെ ഖുർആൻ വായിക്കാനും റസൂലുള്ളാഹിന്റെ വചനം വായിക്കാനും മുജാഹിദുകൾ പറഞ്ഞാൽ അത് ഇത്തിരി മോശമുള്ള കാര്യമാണ്. എന്താ നിങ്ങൾ ആലോചിക്കാത്തത്? എങ്ങനെ നിങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചു തരേണ്ടത്? ഞാൻ എന്റെ ഒരു ജീവിതത്തിൽ പറയും, എന്നോട് സുന്നികൾക്ക് ഭയങ്കര വെറുപ്പാണ്. അതിനൊരു കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം പടച്ചോൻ പഠിപ്പിച്ച സത്യം പറയാന്നുള്ളതല്ലേ നമുക്ക് രക്ഷ. മതപരമായി നിങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാകുമ്പോൾ അള്ളാഹുവിന്റെ റസൂല് 3 കാര്യങ്ങൾ പ്രാർത്ഥിച്ചു. ഞാനിവിടെയുള്ള എന്റെ പ്രസംഗം കേൾക്കുന്ന വ്യത്യസ്ത സംഘടനയിലുള്ള ആളുകളോട് ഒരു കാര്യത്തിൽ വല്ലാതെ അസ്വസ്ഥരാണ് നമ്മൾ. മുസ്ലിം സമുദായം ഇങ്ങനെ ഭിന്നിച്ചു പോയല്ലോ എന്നുള്ളതിൽ ഭയങ്കര ബേജാറിലല്ലേ നമ്മളൊക്കെ? ശരിക്കും ആത്മാർത്ഥമായി നിങ്ങൾ കേട്ടോളി, ഒരു കാര്യം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. വൈകാരികതക്കൊന്നും ഇസ്ലാമിന് സ്ഥാനമില്ല. ചിന്തക്കും ബുദ്ധിക്കും വികാരത്തിനും വിചാരതലത്തിനും ഒക്കെ വലിയ പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ള മതമാണ് ഇസ്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 കാര്യങ്ങൾ അള്ളാഹിനോട് ചോദിച്ചു. ഒന്ന് ഇതാണ്, കേട്ടോളി. അള്ളാഹുവേ, എന്റെ ഉമ്മത്ത് സുനാമി, ഭൂകമ്പം പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ട് എല്ലാ മുസ്ലിങ്ങളും നശിച്ചു പോകുന്ന ഒരവസ്ഥ ഉണ്ടാക്കല്ലേ. അപ്പൊ അള്ളാഹ് പറഞ്ഞു, ഓക്കെ, ഇല്ല നബി, അങ്ങനെ സംഭവിക്കൂല, അങ്ങയുടെ ആഗ്രഹം പോലെ ആ കാര്യം നിലനിർത്തും. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ നബി, അത് ആലോചിക്കണം നിങ്ങള്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ഉമ്മത്തിനെ മറ്റുള്ള ശത്രുക്കൾ മൊത്തത്തിൽ നിഷ്കാസിതമാക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കല്ലേ റബ്ബേ എന്ന് റസൂലുള്ളാഹി അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നു. അപ്പൊ അള്ളാഹ് പറയാണ്, ഓക്കെ, അതും ഉണ്ടാവില്ല. മുഹമ്മദ് നബിയെ താങ്കളുടെ ഉമ്മത്തിനെ മൊത്തമായി നശിപ്പിക്കാൻ അവർക്ക് ഒരിക്കലും കഴിയില്ല. എന്നാ കേട്ടോളി, 3-മതൊരു കാര്യം റസൂലുള്ളാഹി ആവശ്യപ്പെട്ടു. ഞെട്ടിപ്പോയി, എന്റെ ഉമ്മത്ത് ഒരു കാരണവശാലും ഭിന്നിക്കരുതേ. അപ്പൊ അള്ളാഹ് എന്ത് പറഞ്ഞു? അത് മാത്രം ഞാൻ സ്വീകരിക്കൂല. മുഹമ്മദ് നബിയെ നിങ്ങളുടെ ഉമ്മത്ത് ഭിന്നിച്ചുകൊണ്ടേയിരിക്കും. ഇത് ഞാൻ പറയുന്നതല്ല, നിങ്ങളുടെ ഏത് ഉസ്താദിനോട് ഹദീസ് തിരിയുന്ന പണ്ഡിതന്മാരോട് ചോദിച്ചു.
അപ്പൊ മുസ്ലിങ്ങൾ ഇങ്ങനെ ഭിന്നിക്കുന്നതിൽ സന്തോഷിക്കണമെന്ന അല്ല, അത് മാത്രം ഉണ്ടാവില്ല. കാരണം അതങ്ങനെ ലോകത്ത് സംഭവിക്കുള്ളൂ. പക്ഷേ ഇങ്ങനെ ഭിന്നത ഉണ്ടാകുമ്പോ നമ്മളെന്താ ചെയ്യേണ്ടത്? ആ റസൂല് പറഞ്ഞിട്ട് ഭിന്നിപ്പുണ്ടാവും, എന്തോ ആയിട്ടെ തൊലഞ്ഞോട്ടെ പോയിടാ അവിടുന്ന് എന്ന് പറയാനാ അല്ല. അതെ, അലൈക്കും ബി സുന്നത്തി, നിങ്ങള് എന്റെ സുന്നത്ത് നിങ്ങൾ മുറുകെ പിടിക്കുക. പിന്നെ ഖുലഫാഉർ റാഷിദീങ്ങളുടെയും ഉണ്ടോ മാന അലൈഹിൽ യൗമ വഅസ്ഹാബി, ഞാനും എന്റെ സഹാബികളും ഇന്നേ ദിവസം ജീവിച്ച പോലെ ആ ആദർശം അന്വേഷിച്ച് തെരഞ്ഞു പിടിച്ച് കണ്ടെത്തി അണപ്പല്ലുകൊണ്ട് മുറുകെ പിടിച്ച് ഒറ്റ കുട്ടിന്റെയും കൂടെ നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ ഈ സത്യത്തിൽ ഉറച്ചു നിന്ന് ജീവിക്കാൻ അള്ളാന്റെ റസൂല് നമ്മളോട് പറയാൻ. ഇനി കേട്ടോ, മതപരമായ അഭിപ്രായ ഭിന്നത ഉണ്ടായാൽ, വ്യത്യസ്തമായ അഭിപ്രായം, കൈകെട്ടേണ്ടത് പള്ളയിലാണോ നെഞ്ചത്താണോ, ഇനി കെട്ടിയാൽ കുഴപ്പമില്ലേ, ഒക്കെ ജമാഅത്തെ ഇസ്ലാമിക്കാരൊക്കെ കെട്ടിയാലും വേണ്ടില്ല കെട്ടിയാലും വേണ്ടില്ല വോട്ട് വെൽഫെയർ പാർട്ടിക്ക് ചെയ്യണം എന്നാണ്. നിങ്ങൾ വേറെ എന്ത് ചെയ്താലും വേണ്ടിയില്ല, നിങ്ങൾ സ്കരിച്ചാലും വേണ്ടിയില്ല, മുമ്പിട്ടാലും വേണ്ടില്ല, നിങ്ങൾ ദിക്റില്ലാലും വേണ്ടിയില്ല, നിങ്ങൾ ഇസ്തിഹാസായാലും വേണ്ടിയില്ല, തവസ്സുല, അതൊക്കെ നിങ്ങൾ മുജാഹിദും സുന്നിയും തമ്മിലുള്ള തർക്കം. ഞങ്ങളൊന്നും തർക്കം. ഞങ്ങളിപ്പോ ആഗോള സാമ്രാജ്യത്വം, അമേരിക്ക, ലണ്ടൻ, ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി തുടങ്ങി അങ്ങനെ ലോകരാജ്യങ്ങളുടെ ചലനങ്ങളും ആഗോള ബഡായികളും എന്ന് അവര് പോലും നിങ്ങൾ ചോദിച്ചു നോക്ക്, എന്തെങ്കിലും ഒരു കാര്യം എന്താ എന്തെങ്കിലും ആയിക്കോട്ടെ, അത് കുഴപ്പമില്ല, വോട്ടിന്റെ കാര്യത്തിൽ കണിശമായിരിക്കും, അതിലൊരു വ്യത്യാസം വരുത്തരുത് ലോകത്ത്. ഇത് മാത്രമേ അവർക്ക് ആദർശപരമായി കണിച്ചതുള്ളൊരു കാര്യം. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. എന്താ നിങ്ങൾ വിരലനക്കണത്? ഇപ്പൊ കാണുന്നുണ്ടല്ലോ JCB മാന്തനമേരി ഒരു വിരലനക്കോ എന്ന് ചില ആളുകൾ. യഥാർത്ഥത്തിൽ എന്താ ഇത്? നിങ്ങൾക്ക് മാന്യമായി അല്ല, ഒരു മുജാഹിദ് പ്രവർത്തനം കാണുമ്പോ ഇതിപ്പോ ഒരു പുത്തം അങ്ങനെ വേണ്ടല്ലോ, ഇങ്ങനെ കഴിച്ചൂടെ? എടാ ഇന്ന് വരെ ഞങ്ങളാരും കാണാത്തൊരു വിരലനക്കം നിനക്ക് ഇങ്ങനെ, എടാ അതിന് വല്ല തെളിവുണ്ടായിട്ടാണോ നീ ചെയ്യണത് എന്ന് ചോദിച്ചൂടെ? ഒരു സുന്നി ഒരു കാര്യം ചെയ്യുമ്പോ എടാ നീ ആ പ്രവൃത്തി ചെയ്യുന്നതിന് എന്തെങ്കിലും ഒരു തെളിവുണ്ടോ എന്ന് ചോദിച്ചുകൂടെ ആളുകൾക്ക്? എന്തുകൊണ്ട് ആളുകൾ ചോദിക്കണില്ല? ഇപ്പൊ ഞാന് കോയമ്പത്തൂർ ചെന്നിട്ട് ചോദിച്ച് സെലഫി പള്ളി എവിടെ? അപ്പൊ ഒരു അണ്ണാച്ചി എന്നോട് ചോദിക്കുക, അന്ത വെർലാട്ടി പള്ളി ഇല്ലയാ, അന്ത പള്ളിയാ, അന്ത വെർലാട്ടി പള്ളി ഇല്ലയാ, അന്ത പള്ളിയാ, ആമാസാണ് അന്ത പള്ളി. അല്ല ബന്ധവനോട് പറയുന്നുണ്ട്, കളിയാക്കാണ്, പരിഹസിക്കാണ്. യഥാർത്ഥത്തിൽ അഹമ്മദിന്റെ റിപ്പോർട്ടിലും അബൂദാവൂദിന്റെ റിപ്പോർട്ടിലും റസൂലുള്ള ഇബ്നു അബ്ബാസ് പറയാണ്, ഇബ്നു അബ്ബാസ് ആരാ? റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് പറയാണ്, ഒരാളെ മാടി വിളിക്കുന്ന പോലെ അത്തഹിയ്യാത്തിൽ റസൂലുള്ള കൈചലിപ്പിച്ചു. ഈ ഹദീസ് കണ്ടപ്പോഴാണ് റസൂലുള്ളാഹിനോടുള്ള സ്നേഹാത്. കാരണം സല്ലു കമാ റഅയ്തുമുനി ഉസല്ലി, ഞാൻ എങ്ങനെ നമസ്കരിക്കുന്ന നിങ്ങൾ കണ്ടുപോ അങ്ങനെ. അപ്പൊ റസൂൽ എങ്ങനെ കൈകെട്ടി അങ്ങനെ, റസൂൽ എങ്ങനെ അത്തഹിയ്യാത്ത് കൈവച്ചു അങ്ങനെ, റസൂൽ എങ്ങനെ കാലുമടക്കി വെച്ചു അങ്ങനെ, റസൂൽ എങ്ങനെ വിരല് വെച്ചു അങ്ങനെ, റസൂൽ എപ്പം മുതൽ വിരല് വെച്ചു അങ്ങനെ, വിരലിലേക്ക് റസൂൽ നോക്കി എങ്കിൽ അങ്ങനെ, സുജൂദിലേക്ക് റസൂൽ. ഇതൊക്കെ സ്നേഹമല്ലേ? അള്ളാന്റെ റസൂലിനോടുള്ള സ്നേഹമല്ലേ? അതല്ലേ ഞങ്ങൾ പറയുന്നത്? അതല്ലാതെ ഇവിടെ വേറെന്താ പറയുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ചേ. ഫൈൻ തനാസതും ഫീ ശൈഇൻ ഫർദൂഹു ഇലല്ലാഹി വറസൂൽ. മതപരമായ അഭിപ്രായ ഭിന്നത ഉണ്ടായാൽ നിങ്ങൾ ഖുർആനിലേക്ക് മടക്കിക്കോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് മടക്കിക്കോ എന്ന് അല്ലാഹ് പറയാണ്. അപ്പൊ ഒരു കാര്യത്തിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായിരിക്കുക. ഇപ്പൊ നിങ്ങളൊക്കെ ജിന്നിനോട് പ്രാർത്ഥിക്കാൻ പാടുള്ളോ? ഭയങ്കര തർക്കാണ്. ജിന്നിനോട് പ്രാർത്ഥിക്കാന്ന് മുജാഹിദുകൾ പറയുന്നുണ്ട്. ആണോ? നോണ പറയല്ലേ അത്? ഏത് മുജാഹിദാ പറയുന്നത്? ഒറ്റ മുജാഹിദും പറയുന്നത്. എന്നാ പിന്നെ മുജാഹിദുകൾ ഇത്രയും കാലം ഇവിടുത്തെ സുന്നികളോട് എന്തിനീ വിഷയത്തിൽ തർക്കിച്ചു? ഓരെ എന്തിനു മുശ്രിക്കാക്കി? ഇത് തൗഹീദാണെങ്കിൽ. അപ്പൊ അതൊരു നുണപ്രചരണമാണ്. മടമൂരികളാണ് അത് ആദ്യമായിട്ട് പ്രചരിപ്പിച്ചത്. പിന്നെ അത് ബാക്കിയുള്ളവരൊക്കെ ഏറ്റെടുക്കും. ജമാഅത്തെ ഇസ്ലാമി ഇതാപ്പോ കഴിഞ്ഞ പ്രബോധനത്തിൽ എന്ത് പറ്റി ഇങ്ങൾക്കൊക്കെ അത്യാവശ്യം നല്ല ചിന്തിക്കുന്നവരൊക്കെ അല്ലേ നിങ്ങളുടെ കൂട്ടത്തില്? എന്തിനാ നുണ പറയുന്നത്? ഏതെങ്കിലും ഒരു മുജാഹിദ്, നിങ്ങൾക്കറിയാലോ, ഒരു AP സുന്നിക്കാരനെ വിളിച്ചിട്ട് മോനെ മൊയ്തീൻ ശൈഖിനെ വിളിച്ച് പ്രാർത്ഥിക്കാന്ന് വെച്ചോ പറയും, അതെ സഹായം തേട കുഴപ്പമില്ല, പക്ഷേ ഇലാഹാണെന്ന് വിശ്വസിക്കാതിരുന്നാ മതി. നേരെ മറിച്ച് നിങ്ങളുടെ ഈ സദസ്സിൽ എവിടെന്നെങ്കിലും ഒരു മുജാഹിദിനെ വിളിച്ചിട്ട് ജിന്നിനോട് തേടാവോ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കി, പറയോ ഏതെങ്കിലും ഒരു തേടാന്ന്? ഇല്ല. ഇപ്പൊ നമുക്കറിയാലോ, സുന്നികളായ ആളുകൾ, ഇവിടുത്തെ സമസ്തക്കാര് ഞങ്ങൾ അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നില്ല എന്ന് നിഷേധിച്ചപ്പോ നമ്മൾ എന്ത് ചെയ്തു? 2 സുന്നി ഉസ്താദുമാര് റസൂലുള്ളാഹിനോട് പ്രാർത്ഥിക്കുന്ന ക്ലിപ്പിംഗ് കേൾപ്പിച്ചു കൊടുത്തു.
അവിടുത്തേക്ക് ഞങ്ങളെ കറുത്തുയർത്തിയിരിക്കുന്നു നബിയേ, ഞങ്ങളെ സ്വീകരിക്കണേ റസൂലല്ലാഹ്, ഞങ്ങളെ ഏറ്റെടുക്കണേ നബിയേ. ഇവിടുത്തെ മജ്‌ലിസ് അവിടുത്തേക്കുള്ളതാണ് യാ റസൂലല്ലാഹ്. അവിടുത്തെ നോട്ടമുള്ള മജ്‌ലിസുകൾ ഞങ്ങൾക്ക് നൽകണേ നബിയേ. അവിടുന്ന് ഇഷ്ടപ്പെടാത്ത ഒരു മജ്‌ലിസും ഞങ്ങൾക്ക് നൽകല്ലേ നബിയേ. അവിടുന്ന് നേരിട്ട് വന്നു ഞങ്ങളെല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്ന രൂപത്തിലുള്ള മജ്‌ലിസുകൾ ഞങ്ങൾക്ക് എമ്പാടും നൽകണേ യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. സാധുക്കളാണ് തങ്ങള്, ഞങ്ങളെ സദസ് കാണുന്നല്ല തങ്ങള്, ഞങ്ങളെ അവസ്ഥ കാണുന്നല്ല തങ്ങള്, ഇത്ര മണിക്കൂറായി വന്നിരിക്കുന്നു തങ്ങള്, ഇതിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങള്, മൃഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങള്, മൃഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങള്, തങ്ങള് അവരുടെ തങ്ങള് അവിടത്തേക്ക് വേണ്ടിയാണ് ലോകത്തെ അല്ലാഹു പടച്ച തങ്ങള്. സാധുക്കളാണ് തങ്ങള്, നിങ്ങളെ കൈവടിയല്ല തങ്ങള്, സാധികളാണ് തങ്ങള്, ദോഷികളാണ് തങ്ങള്, രക്ഷപ്പെടുത്തുന്നത്. ലോകത്ത് ഒരുമിച്ച് കൂടുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും കിട്ടാനില്ലാത്ത സമയം ഹൗദുൽ കൗസർ എന്ന വെള്ളം തങ്ങളുടേതാണല്ലോ, അതിൽ നിന്ന് ഒരു കോപ്പ എനിക്ക് തരണം നബിയേ, അത് അങ്ങയുടേതാണെന്ന് അല്ലാഹു പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. ഒരു കോപ്പ എനിക്ക് തരണം, അങ്ങയുടെ ആ ഹൗദുൽ കൗസർ എനിക്ക് തന്നില്ലെങ്കിൽ എനിക്ക് ദാഹം മാറില്ല, ഞാൻ വളരെ പാപിയാണ്. ക്ലിപ്പിംഗ് കളിപ്പിച്ചു കൊടുത്ത് അതിലൊന്ന് ഒരു തങ്ങളുടെ പ്രാർത്ഥനയാണ്. അയാൾ പറയുന്നതിനെ റസൂലുള്ളാഹിനെ വിളിച്ചിട്ട്, എത്ര നേരമായി തങ്ങളെ കാണുന്നില്ല തങ്ങളെ, ഞങ്ങളിവിടെ നിൽക്കുന്നത് കാണുന്നില്ല തങ്ങളെ, സ്വർഗത്തിലേക്ക് ടിക്കറ്റ് തന്ന തങ്ങളെ, ഞങ്ങൾക്ക് സഹായിക്കണേ തങ്ങളെ, ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണേ തങ്ങളെ എന്ന് ഒറിജിനലായിട്ട് പ്രസംഗിക്കുന്ന നമ്മൾ ക്ലിപ്പിംഗ് ഇട്ട് കളിപ്പിച്ചു കൊടുത്തു. ഇപ്പൊ APK സുന്നികളും അതുപോലെ ഇവിടെയുള്ള മടപൂരികളൊക്കെ പറയുന്ന മുജാഹിദുകളിൽ ജിന്നിനോട് തേടുന്ന ഒരു ടീമുണ്ട്. ഞങ്ങളെല്ലാവരും, നിങ്ങൾ ഈ ടീം എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരൊറ്റ ക്ലിപ്പിംഗ്, എത്ര നേരമായി ജിന്നെ, ഞങ്ങൾ ഇവിടെ നിൽക്കുന്ന ജിന്നെ, ഞങ്ങളെ കാക്കണേ ജിന്നെ, ഞങ്ങളെ സഹായിക്കണേ ജിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഒരു ക്ലിപ്പിംഗ് ഇടാൻ വെല്ലുവിളിക്കുന്നു ഞങ്ങൾ നിങ്ങളെ. പിന്നെ എന്തിനു നുണ പറയുന്നു? മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഞങ്ങൾ പറയേണ്ടേ? അത് ഞങ്ങൾ പറയണല്ലോ, ഞങ്ങൾക്ക് ആ വാദമുണ്ട്. ഞങ്ങൾക്കില്ല, ഞങ്ങൾക്ക് ആർക്കുമില്ല, ആർക്കുമില്ല. വെറുതെ ഉണ്ടാക്കിയ വിവാദമാണ്, വെറും വെറുതെ. അങ്ങനൊന്നുമില്ല. കാരണം എന്താ അറിയോ? കൽ മലായികത്തി വൽ ജിന്നി വൽ അംബിയാഇ വശയാതീൻ എന്ന് ഖുർആനിന്റെ ഇൻ തദ്ഊഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമയു മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകിക്കും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. ഖുർആനിലെ 35-ാം അധ്യായം സൂറത്തുൽ ഫാത്തിറിലെ 14-ാമത്തെ വചന. ഇതിന്റെ തഫ്സീർ ലോകത്തിന് വായിച്ചു കേൾപ്പിച്ചു കൊടുത്ത മുജാഹിദുകളാണ്. എങ്ങനെ വാദപ്രതിവാദങ്ങളൊക്കെ നടക്കുമ്പോ ഇതിന് തഫ്സീർ ഖുർതുബിയിൽ ഇതിന് പറയുന്ന ഒരു തഫ്സീറുണ്ട് ഈ ആയത്തിന്. കൽ മലായികത്തി വൽ ജിന്നി വൽ അംബിയാഇ വശയാതീൻ. മലക്കുകളോട് പ്രാർത്ഥിക്കാൻ പാടില്ല, ജിന്നുകളോട് പ്രാർത്ഥിക്കാൻ പാടില്ല, അംബിയാക്കളോട് പ്രാർത്ഥിക്കാൻ പാടില്ല, ഔലിയാക്കളോട് പ്രാർത്ഥിക്കാൻ പാടില്ല, അതുപോലെ ചെറുത്താന്മാരോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് ഖുർതുബിയുടെ ഉദ്ധരണി സമസ്തക്കാർക്ക് ഓതി കേൾപ്പിച്ചു കൊടുത്ത മുജാഹിദുകളാണ്. അപ്പൊ ഞങ്ങളത് ചെയ്യുന്നു എന്നുള്ളത് വെറും ഒരു നുണപ്രചരണമാണ്. നിങ്ങൾ വിശ്വസിക്കരുത്. നിങ്ങൾ ചോദിച്ച ഉസ്താദ്, നിങ്ങൾ ഞങ്ങളോട് ചോദിക്ക്, സുന്നി ഉസ്താദുമാർ അള്ളല്ലാത്തവരോട് ദ്വേർക്കുണ്ടോ എന്ന്. ഞങ്ങൾ നിങ്ങൾക്ക് കേസറ്റ് തരും, അവർ ദ്വേർക്കുന്നത്. അള്ളഹാനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, അതിനെ ഇസ്ലാം തെളിവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ജിന്നിനോട് തേടുക എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിനേക്കാൾ വലിയൊരു കുരുത്തക്കെടുണ്ട് ലോകത്ത്. അതുകൊണ്ട് മുജാഹിദുകൾ ഏത് വിഷയത്തെയും ഖുർആനും സുന്നത്തും നോക്കിയിട്ടാണ്. കാരണം റസൂലുള്ളാഹിന്റെ കാലത്ത് ജിന്നുകളുണ്ട്, ആദം നബിയുടെ മുമ്പേ ജിന്നുണ്ട്, മനുഷ്യരെ സൃഷ്ടിക്കുന്നതിന്റെ 2000 വർഷങ്ങൾക്ക് മുമ്പ് ജിന്നുണ്ട് എന്ന് ഇബ്നു അബ്ബാസ്. മനുഷ്യരെ സൃഷ്ടിക്കുന്നതിന്റെ 2000 വർഷം മുമ്പ് ജിന്നിനെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് ഇബ്നു അബ്ബാസ് പ്രധാനം ആധികാരിക രേഖയോടെ ഖുർആന്റെ വചനങ്ങളോടെ ആരുദ്ധരിക്കുന്നു ഇബ്നു അബ്ബാസ്. അപ്പൊ അന്നേണ്ട് ഒരൊറ്റ നബിയും ജിന്നയെ സഹായിക്കണേ അറിഞ്ഞോ? നേരെ മറിച്ച് ജിന്നിനെ കീഴ്പ്പെടുത്തി കൊടുത്തിരുന്നു സുലൈമാൻ നബി. അതുകൊണ്ട് തന്നെ അതിന്റെ എല്ലാ സഹായങ്ങളും മഹാനായ സുലൈമാൻ നബി പിന്നെ ആവശ്യപ്പെട്ടു ചെയ്യും, കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ. അതിന് ശിർക്കാന്ന് ഖുർആൻ പറഞ്ഞില്ല. നേരെ മറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഏതെങ്കിലും ഒരു പ്രവാചകൻ ഒരു സ്ഥലത്ത് പെട്ടുപോയാൽ എന്നെ ജിന്നയെ സഹായിക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അത് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് എന്ന ദുർബല. മണ്ണാർക്കാട് വാദപരിവാദത്തിൽ
സുലൈമാൻ സക്കാഫിയും അലവി സക്കാഫിയും ഇത് ഉദ്ധരിച്ചപ്പോ ജക്കരിയ സ്വലാഹി ആദ്യം തന്നെ ചാടി എഴുന്നേറ്റ്. ജക്കരിയ സ്വലാഹി പറഞ്ഞു എന്താണ്? ചാടി എഴുന്നേറ്റ് പറഞ്ഞു എന്ത്? ആ ഹദീസ് ദുർബലമാണ്. മുസ്ലിയാരെ, നമ്മുടെ കരാറിൽ വിശുദ്ധ ഖുർആനും സഹിയായ ഹദീസും എന്ന് നിബന്ധന ഉണ്ട്. അതുകൊണ്ട് ആ ഹദീസ് ലൈഫാണ്. ആ സക്കരിയ മൗലവി ഈ ഹദീസ് ഉദ്ധരിച്ച് ജിന്നോട് നടാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതെന്തുമാത്രം വിരോധാഭാസമാണ്, എന്തുമാത്രം വലിയ നുണപ്രചരണമാണ്. അതുകൊണ്ട് അതൊരു നുണപ്രചരണം മാത്രമാണെന്ന് നിങ്ങൾ അറിയുക. കളവാണ്. ഇനി മാത്രമല്ല, ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എ പി സുന്നിക്കാരന് ഇങ്ങനെ ഒരു വാദമുണ്ട് എന്ന് ഒരാൾ പറയാം. നമ്മൾ അയാളെ വിളിച്ചിട്ട് ചോദിക്കണല്ല, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വാദമുണ്ട്? ഇല്ല മോനെ, എനിക്ക് അങ്ങനെ ഒരു വാദമല്ലാന്ന് ജീവിച്ചിരിക്കുന്ന ഒരു എ പി സുന്നിക്കാരൻ പറഞ്ഞ പിന്നെ ഓനെ ഞാൻ വിമർശിക്കാൻ പാടുണ്ടോ? ഓന്റെ വാക്കല്ലേ വലുത്? മാത്രമല്ല, ഈ ആളുകളൊക്കെ മരിച്ചുപോയോല, ഇവര് ജീവിച്ചിരിക്കുന്നവരല്ലേ. ഇന്നൊക്കെ എത്രയോ എ പി സുന്നികൾ വിളിക്കലുണ്ട്. ഏതോ ആട്ടെ, അങ്ങനെ ഒരാളെ ഇപ്പൊ സക്കരിയ സ്വലാഹിനെ വിളിച്ചിട്ട് എ പി കിച്ചൂടെ? അല്ല, നിങ്ങൾ ജിന്നിനോട് നേടാന്ന് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, എന്താണ്? ഇല്ലാന്ന് സക്കരിയ സ്വലാഹി പറയുന്നു. ഞാനുമായി ബന്ധമുള്ളത് മറ്റെല്ലാം പച്ചക്കളവുകളാണ്. സക്കരിയ സ്വലാഹി എന്ന് പറഞ്ഞിട്ട് 16 കൊടുത്തിൽ ഈ 5 മാത്രമാണ് ഞാനുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളത്. ഒന്നാമത്തെ എന്തായോ? അപകടഘട്ടങ്ങളിൽ ജിന്നിനോടും മലക്കിനോടും സഹായം തേടാൻ ഞാൻ വെല്ലുവിളിക്കുന്നു ലോകത്തുള്ള സർവ്വ മടവൂരികളെയും. എവിടെയാ ഞാനിത് എഴുതിയത്? കാണിച്ചു തരണം നിങ്ങള്. പച്ച നോണ അച്ചടിച്ചു വിടുക. ദീനീ പ്രവർത്തനം എന്നും പറഞ്ഞിട്ട് അപകടഘട്ടങ്ങളിൽ ജിന്നിനോടും മലക്കിനോടും സഹായം തേടാൻ ഞാൻ വെല്ലുവിളിക്കുന്നു ലോകത്തുള്ള സർവ്വ മടവൂരികളെയും. എവിടെയാ ഞാനിത് എഴുതിയത്? കാണിച്ചു തരണം നിങ്ങള്. പച്ച നോണ അച്ചടിച്ചു വിടുക. ദീനീ പ്രവർത്തനം എന്നും പറഞ്ഞിട്ട് അപകടഘട്ടങ്ങളിൽ ജിന്നിനോടും മലക്കിനോടും സഹായം തേടാൻ ഞാൻ വെല്ലുവിളിക്കുന്നു ലോകത്തുള്ള സർവ്വ മടവൂരികളെയും. എവിടെയാ ഞാനിത് എഴുതിയത്? കാണിച്ചു തരണം നിങ്ങള്. പച്ച നോണ അച്ചടിച്ചു വിടുക. ദീനീ പ്രവർത്തനം എന്നും പറഞ്ഞിട്ട് ഇതാണ് ദീനീ പ്രവർത്തനം. എന്നിട്ടോ ഇവിടെ എന്തേ പിന്നെ കേട്ടോളൂ നിങ്ങൾ. ജിന്ന് മനുഷ്യ ശരീരമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയില്ല, ഏർപ്പെടുന്നു പറഞ്ഞ തെളിവില്ലാണ് ഞാൻ എഴുതിയത്. സാൽവേഷൻ വിതരണം ചെയ്ത പുസ്തകത്തിൽ കാണാം. എന്നിട്ട് അത് എന്റെ പേരിൽ ആരോപിച്ചു. ഇസ്ലാഹിലത് ലേഖനം എഴുതിയിരിക്കുന്നു. മലക്കിനോടും ജിന്നിനോടും സഹായം തേടൽ ശിർക്കാണെന്ന് തുറന്ന് അഭിമുഖത്തിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നു. എന്നിട്ടും അദ്ദേഹം ഇത് വാദിക്കുന്ന ആളാണെന്ന് പറയുന്നതിൽ എന്തർത്ഥമുള്ളത്? അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഇതൊന്നല്ല ശരിക്കുള്ള ദീനീ പ്രബോധനം. ഇങ്ങനെ അകൽത്തുകൊണ്ട് ആളുകൾക്ക് എന്തൊക്കെ മനസ്സിലാവും? വെറുതെ അപ്പുറം തലയും വാലും മുറിച്ച് കട്ട് ചെയ്ത് കുറെ ആളുകളെ കളിപ്പിച്ചിട്ട് തൽക്കാലം ഒരു ആശ്വാസം, മനസ്സമാധാനം ഉണ്ടാവുന്നല്ലാതെ ഈ നാട്ടിലെ ജനങ്ങൾ നന്നാവും. അപ്പൊ അത് നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഞാനിപ്പോ പ്രസംഗം തുടങ്ങിയിട്ട് ഇത്രയും സമയത്തിനുള്ളിൽ നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കുന്ന വിധത്തിൽ ആയത്തുകൾ വിശദീകരിച്ചു. എന്തൊരു സുഖമുണ്ട്. സംഗതി എന്തിനായാലും തരക്കേടില്ലത്തോ ആ കാര്യങ്ങളൊക്കെ എന്ന് നിങ്ങൾക്ക് തോന്നുന്ന അതുകൊണ്ടാണ്. നമുക്ക് അങ്ങനെ വ്യവസ്ഥെടുത്താലോ. ഇപ്പൊ ഇതേ സ്റ്റേജ്, ഇതേ പന്തൽ ഇവിടെ നിർത്തി നാളെ നൗഷാദ് ഹസൻ ഇതേ മൈക്കിൽ പ്രസംഗിക്കുന്നു. നമ്മളൊക്കെ വന്നിരിക്കുന്നു. എന്നിട്ട് ഖുർആൻ ആയത്ത് ഉദ്ധരിച്ച് ഇതാ ഈ ആയത്ത് പ്രകാരം അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുന്നു. സഹാബികൾ അങ്ങനെ ചെയ്തിരിക്കുന്നു. ഇതാ ബുഖാരിയിലെ സ്വഹീഹായ ഹദീസ്, ഇതാ മുസ്ലിമിലെ സ്വഹീഹായ ഹദീസ്, ലോകം അംഗീകരിച്ച തെളിവ്. ഇതാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇന്ന് നബിയോട് തേടിയിരിക്കും. എന്തൊരു സുഖണ്ടാ ദേവത്തിന്. ആവശ്യമില്ലാതെ ബഹളവും തല്ലും മുണ്ടുരിയലും പിടിക്കലും മാന്തലും തോണ്ടലും ഇതൊക്കെ എന്തിനാണ് ലോകത്ത്? അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് 4-ാം അധ്യായത്തിലെ 59-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയാണ്, ഫൈൻ തനാജഅതും ഫീ ശൈഇൻ ഫർദൂഹു ഇലല്ലാഹി വറസൂലി. മതപരമായ അഭിപ്രായ ഭിന്നത ഉണ്ടാകുമ്പോ നിങ്ങൾ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കിക്കോളി. എന്നിട്ട് ആയത്ത് അവസാനിക്കുന്നത് എങ്ങനെ അറിയോ? ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർ നിങ്ങളാണോ? ഒരു അഭിപ്രായം ഇങ്ങനെ ഉണ്ടായി. അതായത് ഒരാൾ വന്നിട്ട് പറഞ്ഞു സുബൈലെ കുനൂത്ത് സുന്നത്താണ്, നിർബന്ധമാണ്, റസൂൽ പഠിപ്പിച്ചതാണ് എന്ന് അയാൾ പറയുമ്പോൾ നമ്മൾ ചോദിക്കണം, ശരി ഖുർആനിലുണ്ടോ? ഇപ്പൊ ഖുർആനിലില്ല. സ്വഹീഹായ ഹദീസിലുണ്ടോ? സ്വഹീഹായ ഹദീസിലുമില്ല. എങ്കിൽ പിന്നെ എന്തിനാടാ വാശി? നബി ചെയ്തിട്ടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സുബൈക്കുള്ള കുനൂത്ത്, വേറെ കുനൂത്തുകളുണ്ട്. ആ കുനൂത്തുകളൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. അതല്ല ഞാൻ പറയുന്നത്. സുബൈക്കുള്ള കുനൂത്ത് ലഈഫാണ് എന്ന് പ്രഗത്ഭമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. അതിലൊരു വാച്ചിന്റെ ആവശ്യമില്ലാത്ത വിധം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? അഭിപ്രായ ഭിന്നത ഉണ്ടാകുമ്പോൾ ഇതാ ഞങ്ങൾ തെളിവുദ്ധരിക്കുന്ന ഹദീസുകൾ എന്നതാണ്. കാരണം ഇത് വാശിയാണ്. ഇത് സ്വർഗത്തിലേക്കുള്ള വഴി കാണിക്കലല്ലേ, തല്ലുകൂടിയ ആളാകലല്ലോ. ആളുകൾക്ക് ഇത് ബോധ്യപ്പെട്ട ബുഖാരിയിലെ 2013-ാമത്തെ ഹദീസിൽ റസൂലുള്ള 11 റക്അത്തെ നിസ്കരിച്ചിട്ടുള്ളൂ എന്ന് മുജാഹിദുകൾ നിങ്ങളോട് പറയുന്നത്. അതുപോലെ നിങ്ങൾ പറ, ആ ഹദീസിന്റെ ആധികാരികത എത്ര? അത് സഹീഹാണോ ലഈഫാണോ?
സ്വീകാര്യമാണോ അല്ലേ അത് പരിശോധിച്ചിട്ട് അതിനനുസരിച്ചൊരു ജീവിതം. ഖുൽ ഹാസൂ ബുർഹാനക്കും ഇൻ കുൻതും സ്വാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ ഒന്ന് തെളിവ് കൊണ്ടുവരൂ. അതാ ഖുർആൻ പറയുന്നത്. ഒരു കാര്യം ഒരാൾ വാദിച്ചാൽ അല്ല തന്നെ ജൂതന്മാരും ക്രിസ്ത്യാനികളും പറഞ്ഞ് ഞങ്ങളാണ് ഏറ്റവും ഉഷാറ്. അപ്പൊ അല്ല പറയാണ് ആയിക്കോട്ടെ, കുഴപ്പമില്ല, നിങ്ങളാണ് സത്യസന്ധന്മാരാണെങ്കിൽ ഖുൽ ഹാസൂ ബുർഹാനക്കും ഇൻ കുൻതും സ്വാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ ഒന്ന് തെളിവ് കൊണ്ടുവരൂ. എവിടെ നിങ്ങളുടെ തെളിവുകൾ? ഞങ്ങളൊന്ന് പരിശോധിക്കട്ടെ. ഇത് ഖുർആനിലെ 2-ാം അധ്യായം 111-ാമത്തെ വചനം. അത്രേ നമ്മൾ പറയുന്നുള്ളൂ. അതിന് കൂക്കി ബേളുണ്ടാക്കി സ്റ്റേജ് കയ്യേറി കസാര കത്തിച്ച് മൈക്ക് പിടിച്ചു പറിച്ച് അങ്ങോട്ട് എറിഞ്ഞ് ഇങ്ങോട്ട് എറിഞ്ഞ് എന്ത് നേട്ടോ? അന്ന് പോയി കിടക്കുമ്പോ അൽഹംദുലില്ലാ 2 ആളെ മൂക്കത്തടിച്ചതിന് പടച്ചോൻ പുണ്യം തരുന്ന് ചിന്തിക്കാണ്ടോ? ഏത് ആരാന്റെ ഈ കേബിനി എന്നൊക്കെ പറഞ്ഞ സാധുക്കൾ ഏത് നാട്ടിലും ഏത് പാർട്ടിയുടെ പരിപാടിക്കും വിളിച്ചാൽ പോണ്ടോലാണോ അവര്? ഓല ഉപജീവനല്ലേ അത്? ആ ഉപജീവനം AP സുന്നിയോ EK സുന്നിയോ മുജാഹിദോ തച്ചു പൊട്ടിച്ച് മുജാഹിദുള്ള പ്രസംഗം നടക്കുമ്പോ അത് അവരുതല്ലേ? തല്ലണ്ട് മുജാഹിദുകളല്ലേ? കേബിൻ വലിച്ചെറിഞ്ഞ് ആർക്കാ അതിനെ നഷ്ടോ? ഒരു പാവപ്പെട്ടോണ്ട് ഉപജീവനം മുട്ടിച്ച് അത് മുജാഹിദ് ചെയ്ത് തെറ്റ്. അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്ന ഒരു നല്ല സാഹചര്യം നമുക്ക് എന്തുകൊണ്ടുണ്ടായില്ല? നമ്മൾ എന്തെല്ലാം നന്മകളെ ലോകത്തോട് പറഞ്ഞിട്ട് എന്തേ നമുക്കതില്ലാത്തത്? ഞാൻ ഈ ചെയ്യുന്ന കർമ്മം എന്റെ റബ്ബിന് ഇഷ്ടപ്പെടുവോ? അൽ മുസ്ലിം മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനി വയദി, ഒരു മുസ്ലിമിന്റെ കയ്യിൽ നിന്നും നാവിൽ നിന്നും ഒരാൾ സുരക്ഷിതനാകുമ്പേ ഒരാൾ യഥാർത്ഥ മുസ്ലിമാവും. ഇതൊക്കെ റസൂലുള്ള പഠിപ്പിച്ചാൽ, റസൂലുള്ള പഠിപ്പിച്ച് കൈകെട്ടാൻ മാത്രമല്ല, തലയിടവാൻ മാത്രമല്ല, എല്ലാ കാര്യവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് ഖുർആൻ നമ്മളോട് പറയാണെന്ത്? നിങ്ങൾ അള്ളാഹുവിന്റെ ഖുർആനിലേക്ക് റസൂലുള്ളാഹിന്റെ സുന്നത്തിലേക്ക് മടക്കി. എന്നിട്ട് അള്ളാഹ് പറയാണ്, അള്ളാഹുവിലെ അന്ത്യദിനത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയാ ചെയ്യേണ്ടത്. ദാലിക ഖൈറുൻ വഅഹ്സനു തഅ്വീലാ, അതാ നല്ല പര്യവസാനം, അതാ നല്ലത്. മദ്ഹബിലുണ്ടോ, നാട്ടാചാരുണ്ടോ, ഉസ്താദ് പറഞ്ഞിട്ടുണ്ടോ, ഇന്ന മൊയ്ലിയാര് പറഞ്ഞിട്ടുണ്ടോ, ഇന്ന മൗലവി പറഞ്ഞിട്ടുണ്ടോ എന്നല്ല, അല്ല പറഞ്ഞിട്ടുണ്ടോ, റസൂല് പറഞ്ഞിട്ടുണ്ടോ, റസൂലുള്ളാഹിയിൽ നിന്ന് സഹാബത്ത് കേട്ടിട്ടുണ്ടോ, ആ സഹാബികൾ പഠിപ്പിച്ചിട്ട് ഉത്തമരായ താബികൾ ചെയ്തിട്ടുണ്ടോ, തബൂലത്ബാവികൾ ചെയ്തിട്ടുണ്ടോ, അവരവലംബിച്ച മാനദണ്ഡം എന്താണ് എന്ന് പരിശോധിക്കാനാണ് ഞങ്ങൾ പറഞ്ഞു. നിങ്ങൾ പറ, ഞങ്ങൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ ആധികാരികമായി ഇസ്ലാമിക വിരുദ്ധണ്ട് നിങ്ങൾ പറ. ആര് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഒരു മനസ്ഥിതി ഞാൻ പറയാം, എനിക്ക് സ്വീകരിക്കാം. ഒരു പ്രശ്നവും അക്കാര്യത്തിലില്ല, ഒരു പ്രശ്നവുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യം മനസ്സിലാകാതെ ഇപ്പൊ നമ്മൾ പറഞ്ഞു പോകാം, പിന്നീട് വിശ്വാസത്തെ ഇരുത്താം. കാരണം അല്ലാഹ് പറയുന്നത് അങ്ങനെയാണ്, വലൻ യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ, അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റിൽ ഉറച്ചു നിൽക്കുന്നവനല്ല ഒരു വിശ്വാസി. അപ്പൊ ഒരു വിശ്വാസിക്ക് തെറ്റ് പറ്റുന്ന അല്ലാഹ് പറഞ്ഞു, പറ്റിയാലോ അത് ബോധ്യപ്പെട്ടവൻ അവിടെ ഉറച്ചിക്കൂല, അത് തിരുത്തും, അങ്ങനെയുള്ളവനാണ് വിശ്വാസി. അപ്പൊ സമസ്തക്കാരും മുജാഹിദും ഒക്കെ എന്ത് വിചാരിക്കണോ? അല്ലാഹ് പറഞ്ഞൊരു യഥാർത്ഥ വിശ്വാസി ഞാനാണോ? സൂറത്ത് ആൽ ഇംറാൻ 3-ാം അധ്യായം 135-ാമത്തെ വചനം. എന്തൊരു മാർഗദർശനമാണ് അല്ലാന്റെ. ഇനി വേറൊരായത്ത് കേട്ടോ, ഖുർആനിലെ 5-ാം അധ്യായം. ഒരായത്ത് വിശദീകരിക്കാൻ അപ്പൊ ഈ സമയം എടുത്ത് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള ആഗ്രഹം കൊണ്ട് പറയുക. ഖുർആനിലെ 5-ാം അധ്യായം സൂറത്ത് മാഇദ 104-ാമത്തെ വചനം. നിങ്ങൾക്ക് ഇന്ന് എടുത്തു നോക്കാൻ പോയി. وَإِذَا قِيلَ لَهُمْ تَعَالَوْا إِلَى مَا أَنزَلَ اللَّهُ وَإِلَى الرَّسُولِ قَالُوا حَسْبُنَا مَا وَجَدْنَا عَلَيْهِ آبَاءَنَا أَوَلَوْ كَانَ آبَاؤُهُمْ لَا يَعْلَمُونَ شَيْئًا وَلَا يَهْتَدُونَ. അല്ലാഹ് പറയട്ടോ, അല്ലാഹു അവതരിപ്പിച്ചതിലേക്ക് വരൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലേക്ക് വരൂ എന്നൊരു വിഭാഗത്തോട് പറയപ്പെട്ടാൽ, അപ്പൊ പറയപ്പെടേണ്ടത് എന്താണ്? അള്ളാന്റെ ഖുർആനിലേക്ക് വരൂ, നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലേക്ക് വരൂ എന്ന് പറയപ്പെട്ടാൽ, ഖാലൂ ഹസ്ബുനാ മാ വജദ്നാ അലൈഹി ആബാഅനാ, ഞങ്ങളുടെ പിതാക്കന്മാര് അവര് പറയുന്നതാണ് എന്ത്? ഖുർആനും സുന്നത്തും ഒന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട, ഞങ്ങളുടെ വല്യപ്പ, ഞങ്ങളുടെ കാരണവന്മാർ, ഞങ്ങളുടെ ഉസ്താദുമാർ, ഞങ്ങളുടെ തൊട്ടുമേലെയുള്ള പൂർവികന്മാർ, അവരെ ഞങ്ങൾ ഇതായിട്ടല്ല കണ്ട, അവരെ ഞങ്ങൾ എങ്ങനെ കണ്ടോ ഞങ്ങൾക്കത് മതി. ഇങ്ങനെ പറയുന്ന ഒരു ടീം എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. അല്ലാഹ് അവരെ വിമർശിച്ചു. എന്നിട്ട് അല്ലാഹ് ഒരു ചോദ്യം, അവലൗ കാന അബാഉഹും
ലാ യഅലമൂന ശൈഅൻ വലാ യഹ്തദൂൻ. നിങ്ങളുടെ ബാപ്പാരും നിങ്ങളുടെ പിതാക്കന്മാരും ഉത്തരവാദിത്തപ്പെട്ടവരും വഴിവിയച്ചവരും വിവരമില്ലാത്തവരുമാണെങ്കിലും ആ വിവരക്കേട് പിൻപറ്റും എന്നാണോ നിങ്ങൾ പറയുന്നത്? ആ പിഴവ് പിൻപറ്റും എന്നാണോ നിങ്ങൾ പറയുന്നത്? അല്ലേ? ബാപ്പ ചെറ്റക്കുടിലും ഓലട്ട വീട്ടിലെയും താമസിച്ച് ഏതെങ്കിലും ഒരു മകൻ പറയും എന്റെ ബാപ്പ ഓല വീട്ടിൽ, അതുകൊണ്ട് എനിക്ക് ഓല മതി എന്ന്. ഇല്ല, ദുനിയാവിന്റെ കാര്യത്തിൽ പോലും ബാപ്പാരേക്കാൾ മുന്തിയ സൗകര്യം ചെയ്യുന്നവരാണ്. പിന്നെ ആഖിറത്തിന്റെ കാര്യത്തിൽ ബാപ്പ പിഴവിലാണെങ്കിൽ ആരെങ്കിലും ഉണ്ടോ ബാപ്പാന്റെ പിഴവ് സ്വീകരിക്കുക? ഉണ്ടോ? വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ. അവര് പ്രവർത്തിച്ചതിനെ കുറിച്ച് അല്ലാഹ് നിങ്ങളോട് ചോദിക്കൂല. നിങ്ങളത് ഓർത്ത് ബേജാറാകണ്ട. തിൽക ഉമ്മത്തുൻ, അവര് മുമ്പ് കഴിഞ്ഞു പോയ ഒരു സമുദായ. നിങ്ങൾ അവരെ കുറിച്ച് ഓർത്ത് വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ. അവര് പ്രവർത്തിച്ചതിനെ കുറിച്ച് നിങ്ങളോട് ചോദിക്കില്ല. അല്ലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റാ വഅലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സആ. ഒരാളുടെ പാപഭാരവും മറ്റൊരാളെ ഏറ്റെടുക്കുകയില്ല. ഓരോരുത്തരും ചെയ്ത കർമ്മങ്ങളെ അവരുടെ ജീവിതത്തിലുണ്ടാവൂ. സൂറത്തുൽ നജ്മ് 53-ാം അധ്യായം 38-39 വചനം. അതുകൊണ്ട് ആരും ആരെയും കാത്തു നിൽക്കണ്ട. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ഇനി ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ബാപ്പ എന്ന് വിചാരിച്ചോളൂ, അല്ലെ ഉമ്മ. ആ ഉമ്മ ഇവിടെ പറയുമ്പോ മോനോട് പറയണം, മോനെ ഇന്നെന്ന കാര്യങ്ങൾ ഞാൻ നിന്നെ ഉപദേശിക്കണം മോനെ. ഉമ്മച്ചി മരിച്ചാലും എന്റെ മോനെ ഞാൻ ഈ പറഞ്ഞതനുസരിച്ച് എന്റെ മോൻ ജീവിച്ചാല് എന്റെ മോൻ ഒരിക്കലും പിഴക്കൂല. അതുകൊണ്ട് മോനെ നീ ഇത് സ്വീകരിക്കണേ എന്ന് പറഞ്ഞാല് ഉമ്മ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സിലുണ്ടാകുക അതായിരിക്കും. ഉമ്മത്തിനെ ശരിക്കും സ്നേഹിക്കുന്ന മക്കളുടെ മനസ്സിൽ എന്താ ഉണ്ടാവുക? ഉമ്മ പറഞ്ഞ വാക്കുകൾ. ഏത് വാക്ക്? മോനെ ഞാൻ നിന്നെ ഉപദേശമനുസരിച്ച് ജീവിച്ചാല് മോനെ പിഴക്കൂല എന്ന് പറഞ്ഞ ഉമ്മ. അപ്പൊ ഏത് നിമിഷം ഒരു തെറ്റ് ചെയ്യുമ്പോ ഓർമ്മ വരും, എന്റെ ഉമ്മച്ചി, എന്റെ ഉമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നൊരു ഓർമ്മ, അല്ലേ? എന്നാല് ലോകത്ത് ഉമ്മാനേക്കാളും ബാപ്പാനേക്കാളും നാട്ടുകാരേക്കാളും കുടുംബത്തെക്കാളും നമുക്ക് ഏറ്റവും ഇഷ്ടം ആരോടാ? അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലി. അള്ളാഹിനോടും റസൂലിനോടും, അല്ലേ? ഖുർആനിലെ 9-ാം അധ്യായം 24 അങ്ങനെയല്ലേ പറഞ്ഞത്? 58-ാം അധ്യായം സൂറത്ത് മുജാദിലയിലെ 22 അങ്ങനെയല്ലേ പറഞ്ഞത്? ഖുർആനിലെ 3-ാം അധ്യായം 31 അങ്ങനെയല്ലേ പറഞ്ഞത്? ഖുർആനിലെ 3-ാം അധ്യായം 32 അങ്ങനെയല്ലേ പറഞ്ഞത്? ഖുർആനിലെ 4-ാം അധ്യായം 59-ലും 65-ലും 64-ലും 69-ലും 80-ലും അങ്ങനെയല്ലേ പറഞ്ഞത്? സൂറത്ത് അൻആമിൽ അങ്ങനെയല്ലേ പറഞ്ഞത്? സൂറത്ത് ആറാഫിൽ അങ്ങനെയല്ലേ 187 188 പറഞ്ഞത്? അല്ലേ? ഖുർആനിലെ 21-ലും 107 അങ്ങനെയല്ലേ പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂൽ അനുസരിക്കണമെന്നല്ലേ 24-ാം അധ്യായത്തിലെ 47 മുതൽ 54 വരെയുള്ള വചനത്ത് പറഞ്ഞത്? 49-ലെ 1-ാമത്തെ വചനത്ത് പറഞ്ഞത്? 59-ലെ 7-ാമത്തെ വചനത്ത് പറഞ്ഞത്? 33-ാം അധ്യായത്തിലെ 21-ലും 36-ലും അതുപോലെ 68-ലും 69-ലും ഒക്കെ പറഞ്ഞത് അതല്ലേ? അല്ലാഹു ആയിരിക്കണം നിങ്ങൾക്ക് ഏറ്റവും വലുത്, അല്ലാഹുവിനോടായിരിക്കണം നിങ്ങൾക്ക് ഏറ്റവും വലിയ സ്നേഹം, പിന്നെ റസൂലുള്ളാഹിനോടായിരിക്കണം എന്നല്ലേ അല്ലാഹു പറഞ്ഞത്? അത് കേൾക്കാൻ നമ്മൾ ബാധ്യസ്ഥരല്ലേ? ലാ യുഅ്മിനു അഹദുക്കും ഹത്താ കൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ലോകത്തെ മുഴുവൻ ജനങ്ങളെക്കാളും മാതാപിതാക്കളെക്കാളും നിങ്ങളുടെ മക്കളെക്കാളും ഭാര്യമാരെക്കാളും ഞാനായിരിക്കണം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആള്. ഉറപ്പാണല്ലോ. അപ്പൊ റസൂലാണ്. അല്ലാഹു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടം എങ്കിൽ ആ റസൂല് ലോകത്തോട് വിട പറയുമ്പോ നമ്മളോട് പറഞ്ഞ കാര്യം എന്താ? തറക്തു ഫീകും അംറൈനി ലം തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹ് വസുന്നത്തു റസൂലിഹി. ഈ വാചകം എപ്പോഴും ഓർക്കണം. ഈ ലോകത്തോട് വിട പറയുന്നതിന് മുമ്പായി അല്ലാഹുവിന്റെ റസൂല് മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ മേഗ്ന കാർട്ടയിൽ നമ്മളെ പഠിപ്പിച്ചൊരു കാര്യം എന്താ? ഞാൻ നിങ്ങൾക്ക് 2 കാര്യം വിട്ടേച്ചു പോകുന്നു. അത് അള്ളാന്റെ ഖുർആനാണ് 1, 2 എന്റെ ചര്യയും. അത് നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ പഴക്കൂല. എന്നാൽ ഇന്നത്തെ മുസ്ലിം ഉമ്മത്തിന്റെ കളി കണ്ടാ എന്താ തോന്നുക? തറക്തു ഫീകും ഷഹറൈനി, ഞാൻ എന്റെ 2 മുടി വിട്ടേച്ചു പോകുന്നു, ആ മുടിയുമ കടിച്ചു തൂങ്ങി ജീവിച്ചോളി എന്ന് റസൂലുള്ള പറഞ്ഞ പോലെ. എങ്ങനെ? തറക്തു ഫീകും അംറൈനി എന്നതിന് പകരം തറക്തു ഫീകും ഷഹറൈനി, ഞാൻ എന്റെ 2 മുടി വിട്ടേച്ചു പോകുന്നു, അതിന്റെ പേരിൽ കടിപിടി കൂടിക്കോടി 2 ടീമും. ഒന്ന് വ്യാജം അല്ല, ഒറിജിനൽ വ്യാജം എന്ന് പറഞ്ഞ് അങ്ങനെ ജീവിച്ചോളൂ എന്നാണോ റസൂലുള്ള പറഞ്ഞത്? തറക്തു ഫീകും അംറൈനി,
ലം തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹ് വസുന്നത്തു റസൂലിഹി. രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോവുകയാണ്. അത് മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ പിഴക്കൂല. എങ്കിൽ അതേ മുജാഹിദുകൾ പറയുന്നു, ഒറിജിനലായിട്ടുള്ള ദീൻ, യഥാർത്ഥമായ ദീൻ, ഹക്കായ ദീൻ, ആ ദീൻ അനുസരിച്ച് ജീവിക്കാനാണ് ലോകത്തോട് മുജാഹിദ് വിഭാഗം ആവശ്യപ്പെടുന്ന ഗൗരവമായ കാര്യം. അതിന് തെറ്റ് മുജാഹിദുകൾക്ക് വരുമ്പോ ഞങ്ങൾ ശക്തമായി എതിർത്തു. അതുകൊണ്ടല്ലേ മടപൂരികൾ ഞങ്ങളത് പെടന്നുപോയത്? അതുകൊണ്ടല്ലേ ഇന്നും ഞങ്ങൾക്കിടയിൽ പല പ്രശ്നങ്ങളിൽ വിവാദം? ഖുർആനും സുന്നത്തും വിട്ട് ആരെയും മറികടക്കാൻ അനുവദിക്കില്ല. അതാരായാലും, ഏത് നേതാവായാലും, എത്ര ഉന്നതനായാലും, എത്ര വലിയ ആലിമായാലും അല്ലാഹുവിന്റെ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സുന്നത്തിനുമെതിരെ ഒരാൾ ചെയ്താൽ വിടില്ല എന്ന തീരുമാനം ഉണ്ടായത് അതുകൊണ്ടാ. കാരണം ഇതനുസരിച്ച് ജീവിച്ചാലേ സ്വർഗത്ത് പോകും. അതുകൊണ്ട് എനിക്ക് എന്റെ പ്രിയപ്പെട്ടവരോട്, ഈ വളാഞ്ചേരിക്കടുത്ത ബാവുപടിയിൽ ജീവിക്കുന്ന മനുഷ്യരോട്, ഒന്നാമതായി നമ്മൾ ഈ ഖുർആനിലൂടെ ഒന്ന് പരിശോധിക്കണം. രണ്ടാമതായി പ്രവാചക വചനങ്ങളിലൂടെ പരിശോധിക്കണം. അതിലൊന്നാമത്തത് ഈമാനാണ്. ഈമാനിൽ നുൽമ കലരരുത്. നിങ്ങൾക്കറിയാലോ, വിശുദ്ധ ഖുർആനിലെ 6-ാം അധ്യായം 82-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുകയാണ്, വല്ലദീന ആമനൂ വലം യൽബിസൂ ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംൻ വഹും മുഹ്തദൂൻ. എന്നിൽ വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൽ നുൽമ കലർത്താതിരിക്കുകയും ചെയ്തവനാരോ അവന് നിർഭയത്വമുണ്ട്, അവൻ സ്വർഗത്തിലാണ്, അവന് ഭയപ്പെടേണ്ടതില്ല, അവന് ദുഃഖിക്കേണ്ടതില്ല. ഇത് കേട്ടപ്പോ സഹാബികൾ ചോദിച്ചു, നബിയെ, ദുൽമ ചെയ്യാത്തവർ ലോകത്തുണ്ടോ? എന്തെങ്കിലുമൊക്കെ ആക്രമണം ചെയ്യാത്തവർ ലോകത്തുണ്ടോ നബിയെ? കഷ്ടമാണ് നബിയെ, ഈ വാചകം ഞങ്ങളെ പിടിച്ചു കുലുക്കിയിരിക്കുന്നു നബിയെ. എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്യാത്തവർ ലോകത്തുണ്ടോ നബിയെ? അപ്പൊ റസൂലുള്ള പറയാണ്, ദുൽമെന്ന് പറഞ്ഞാൽ അല്ല ഇവിടെ ഉദ്ദേശിച്ചത് കള്ളുകുടിയല്ല, വ്യഭിചാരമല്ല, മയക്കുമരുന്നല്ല, പലിശയല്ല. ഇന്ന ശിർക ലദുൽമുൻ അദീം, ശിർക്കാകുന്ന പാപമാണ്. ഖുർആൻ 31-ാം അധ്യായം 13-ാമത്തെ വചനമാണ്. ഇന്ന ശിർക ലദുൽമുൻ അദീം, ഏറ്റവും വലിയ തിന്മ ശിർക്കാണ്. ഒരു മുജാഹിദിനും എതിരഭിപ്രായമില്ല, ഒരു സമസ്തക്കാരനും എതിരഭിപ്രായമില്ല, ഒരു തബ്ലീഗുകാരനും എതിരഭിപ്രായമില്ല. ശിർക്ക് ചെയ്താൽ നരകത്തിലാണെന്നതിൽ ഒരാൾക്കും അഭിപ്രായ ഭിന്നതയില്ല. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിൽ ദുൽമ വരരുത്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിഞ്ഞ് വിശ്വസിക്കണേ സമൂഹമേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് വെറുതെ പറഞ്ഞാ പോരാ. ഫഅലം, നീ അറിയണം, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹയല്ലാതെ ആരാധനക്കർഹനില്ലെന്ന് നീ അറിയണം. ഖുർആനിലെ 40-ാം അധ്യായം സൂറത്ത് മുഹമ്മദ് 19-ാമത്തെ വചനമാണ്. വേറൊരു സ്ഥലത്ത് അല്ലാഹ് പറയുകയാണ്, ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ മലായികത്തു വഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത്. ഖുർആനിലെ 3-ാം അധ്യായമാണ് 18-ാമത്തെ വചനമാണ്. അല്ലാഹ് സാക്ഷ്യം വഹിച്ചിരിക്കുന്നു, അല്ലാഹ് മാത്രമാണ് ലോകത്തിന് ആരാധ്യനായിട്ടുള്ളത്. മലക്കുകളും സാക്ഷ്യം വഹിച്ചിരിക്കുന്നു, അല്ലാഹയല്ലയോ ആരാധ്യൻ, അവനല്ലയോ അല്ലിലാഹ്, അവനോടല്ലയോ തേടേണ്ടത്. അവന്റെ ഭൂമിയിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്, അവന്റെ ആകാശമേലാപ്പിൽ നിന്നാണല്ലോ സൂര്യൻ ഉദിക്കുന്നത്, ചന്ദ്രന്റെ നിലാവലകൾ നൽകുന്നത്. എല്ലാ അനുഗ്രഹങ്ങളും അവന്റേതാണല്ലോ. അതുകൊണ്ട് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹയല്ലാതെ ആരാധനക്കർഹനില്ല. ഇതാ മുജാഹിദുകള് ഒന്നാമതായി പറയുന്നത്. ഞങ്ങൾ പറയുന്നതിന് അടിസ്ഥാനമുണ്ട്. എന്റെ പ്രിയപ്പെട്ട ബഷീറേ, നിന്റെ കൈ തന്നതാരാ? നിന്റെ കാല് തന്നതാരാ? നിന്റെ കണ്ണിന് കാഴ്ച നൽകിയതാര്? നിന്റെ കേൾവി നൽകിയതാര്? നിന്നെ സൃഷ്ടിച്ചതാര്? വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദത ഖലീലൻ മാ തശ്കുറൂൻ. ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു പോരുമ്പോ ഒന്നും അറിയാത്തവനായിട്ട് ഈ ഭൂമിയിലേക്ക് വന്നവനല്ലയോ മനുഷ്യരെ നിങ്ങൾ? ഖുലിഖൽ ഇൻസാനു ലഈഫാ, മനുഷ്യനെത്ര ദുർബലനാണ്. അങ്ങനെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്ന് അവന് കേൾവി നൽകിയില്ലേ, കാഴ്ച നൽകിയില്ലേ, ചിന്താശേഷി നൽകിയില്ലേ? ഖലീലൻ മാ
തഷ്കുറൂൻ, വളരെ കുറച്ചു മാത്രമേ അവര് നന്ദി ചെയ്യുന്നുള്ളൂ. അള്ളാന്റെ വായു ശ്വസിച്ച്, അള്ളാന്റെ വെള്ളം കുടിച്ച്, അല്ല നൽകിയ കാലുകൊണ്ട് നടന്ന്, അല്ല നൽകിയ കണ്ണുകൊണ്ട് കണ്ടിട്ട് അള്ളാനോട് വിളിക്കാതെ മൊയ്തീൻ ശൈഖേ എന്റെ വേദന മാറ്റണേ, എന്നെ കാക്കണേ എന്ന് പറഞ്ഞാൽ നന്ദികേടാണ്, നന്ദികേടാണ്. അതേ അല്ല പറയുകയാണ്, വൽആദിയാതി ലബ്ഹാ ഫൽമൂരിയാതി ഖദ്ഹാ ഫൽമുഗീറാതി സുബ്ഹാ ഫഅസർന ബിഹി നഖആ ഫവസത്ന ബിഹി ജംആ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ് വഇന്നഹു അലാ ദാലിക ലശഹീദ്. വല്ലാത്ത വാക്കുകളാണ്. അപ്പൊ നമ്മൾ പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെയാണ് ആരാധിക്കേണ്ടതെന്ന് പറയുന്നതിന്റെ പൊരുളെന്താ? എന്തുകൊണ്ട് പടച്ചവനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന് പറയുന്നതിന്റെ പൊരുളെന്താ? ഖുൽ ഹുവല്ലദീ അൻശഅകും വജഅല ലകുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദത ഖലീലൻ മാ തഷ്കുറൂൻ. 60-ാം അധ്യായം 23-ാമത്തെ വചനമാണ്. ചോദിച്ചു നോക്ക് നബിയേ, കാഴ്ച നൽകിയില്ലേ, കേൾവി നൽകിയില്ലേ, ചിന്താശേഷി നൽകിയില്ലേ? ഖലീലമ്മാ തഷ്കുറൂൻ, വളരെ കുറച്ച് മാത്രമേ അവര് നന്ദി ചെയ്യുന്നുള്ളൂ. നമ്മൾ ഓരോരുത്തരും ആലോചിക്കണമാണോ? അള്ളാന്റെ വായു ശ്വസിച്ച്, അള്ളാന്റെ വെള്ളം കുടിച്ച്, അള്ളാഹുവിന്റെ സകലമാന അനുഗ്രഹങ്ങളും ആസ്വദിച്ച് ലൈൻ ശകർതും ലഅസീദന്നകും വലൈൻ കഫർതും ഇന്ന അദാബീ ലശദീദ്. അല്ലാഹ് പറയുകയാണ്, വൈദ് തഅദ്ദന റബ്ബുക്കും ലൈൻ ശകർതും ലഅസീദന്നകും വലൈൻ കഫർതും ഇന്ന അദാബീ ലശദീദ്. ഞാൻ നൽകിയ അനുഗ്രഹം, അതിന് നിങ്ങൾ നന്ദി കാണിക്കണം. ഞാൻ ചെയ്ത അനുഗ്രഹത്തിന് നിങ്ങൾ നന്ദികേട് കാണിച്ചാൽ ഇന്ന അദാബീ ലശദീദ്, അല്ല നിങ്ങളെ കഠിനമായി ശിക്ഷിക്കും. 14-ാം അധ്യായം സൂറത്ത് ഇബ്രാഹിം 7-ാമത്തെ വചനം. അതുകൊണ്ട് നമ്മൾ ആരെ ആരാധിക്കണം? ഇത് ഗൗരവമായിട്ട് പഠിക്കേണ്ട ഒരു വിഷയമാണെന്നാണ് ഞാൻ പറയും. വളരെ ഗൗരവമായി അള്ളാന്റെ ഖുർആൻ അനുസരിച്ച് നമ്മൾ പഠിക്കുക. എന്താണ് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലത്തെ മക്ക മുശ്രിക്കുകൾക്ക് സംഭവിച്ചത്? എന്താണ് ഈ മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ? എന്താ നിങ്ങൾക്ക് മനസ്സിലായിക്കോ? യഥാർത്ഥത്തിൽ ഒരാള് മുശ്രിക്കാകണമെങ്കിൽ ഉറപ്പായിട്ട് അവൻ അള്ളാഹുവിൽ വിശ്വസിക്കണം. അള്ളാഹുവിൽ വിശ്വസിക്കാത്ത ഒരുത്തൻ മുശ്രിക്കല്ല. അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടേ അവനിൽ പങ്കു ചേർക്കാൻ കഴിയൂ. മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ എന്താ? പങ്കാളിയെ ചേർത്തവൻ. അള്ള ഉണ്ട് എന്ന് വിശ്വസിച്ചിട്ട് അള്ളാഹുവിൽ പങ്കാളിന് ചേർത്തൻ. അബൂജഹൽ മുശ്രിക്കാന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിൽ വിശ്വസിച്ചിട്ട് അള്ളാഹുവിൽ പങ്കുചേർത്തൻ. ഇനി അള്ളാഹുവിൽ വിശ്വാസമല്ലാത്തവനോ മുശ്രിക്കല്ലോനെ, ഓൻ കാഫിറാണ്. എല്ലാ കാഫിറും മുശ്രിക്കല്ല, എല്ലാ മുശ്രിക്കും കാഫിറാണ്. മനസ്സിലായില്ല? എല്ലാ മുശ്രിക്കും കാഫിറാണ്, എല്ലാ കാഫിറും മുശ്രിക്കല്ല. അല്ലല്ലാന്ന് വിശ്വസിക്കുന്ന ഒരാള്, അയാൾക്ക് ഒരു പടച്ചോനെ വിശ്വാസമല്ലേ, അതുകൊണ്ട് തന്നെ അയാൾ ആയാലും പങ്കെടുക്കണില്ല എങ്കിൽ അയാൾ കാഫിറാണ്. അള്ളാഹിൽ വിശ്വസിച്ചു കൊണ്ട് ഒരാളിൽ പങ്കുചേർക്കണം, അപ്പോഴേ മുശ്രിക്കാവും. അപ്പൊ ഒരു കാര്യം ഉറപ്പായി, മക്കയിൽ അബൂജഹൽ മുശ്രിക്കായിരുന്നു എന്ന് പറഞ്ഞാൽ അബൂജഹൽ അള്ളാഹിൽ വിശ്വസിച്ചിരുന്നു. ഇനി വേറെ പോയിന്റ് വേണ്ട, വേറെ തെളിവ് വേണ്ട. തെളിവിലെ ഏറ്റവും വലുത് കേട്ടോളൂ ചില കാര്യങ്ങൾ. ഒന്ന്, നബീന്റെ വാപ്പാന്റെ പേരെന്താ? എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാപ്പാന്റെ പേര് അബ്ദുള്ള. നമ്മുടെ നാട്ടിൽ ഈ വളാഞ്ചേരിയിൽ എന്താ മോനെ എന്റെ പേര്? അബ്ദുള്ള. അബ്ദുള്ളൻ ആരെങ്കിലും ഹിന്ദു എന്ന് വിചാരിക്കും, ക്രിസ്ത്യാനി ഒരു മുസ്ലിം, അബ്ദുള്ള ഒരു മുസ്ലിം. ഇനി ഞാൻ ചോദിക്കാണ്, നബീന്റെ ബാപ്പ, നബി ദൈവത്തിന് തുടങ്ങിയിട്ടില്ല, നബീന്റെ ബാപ്പാക്ക് അബ്ദുള്ള എന്ന് പേരിട്ട് ആരെ? വളരെ ഇത് സാധാരണക്കാർക്ക് വേണ്ടി പറയാം. ആരെ പേരിട്ട്? നബീന്റെ വല്യപ്പാക്ക് അള്ളാഹിൽ വിശ്വാസമില്ലാതെ അബ്ദുള്ള എന്ന് പേരിടോ? ഒരു ഒഴുക്കം പറ്റില്ല എങ്ങനെ പേരിട്ടതാ? അല്ല, അവരൊക്കെ അള്ളാന്റെ അടിമകളാണ് അവർ വിശ്വസിച്ചു. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാപ്പാക്ക് അബ്ദുള്ള എന്ന് പേരിട്ട്. തീർന്നില്ല, ഞങ്ങൾക്ക് ചരിത്രത്തിൽ നല്ലൊരു തെളിവ് പറഞ്ഞുതരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇറാ ഗുഹയിൽ നിന്ന് വീട്ടിലേക്ക് ഓടി, ബേജാറായി, വിഷമിച്ച്, കതച്ച്, വിറച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് ഓടി. ജമ്മിലൂനി യാ ഖദീജ, എന്നെ പുതപ്പിട്ട് മൂടുക ഖദീജ.
അപ്പൊ ഖദീജ ബീവി എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പദപ്പിട്ട് മുടി കൊടുത്തു. കുറെ കഴിഞ്ഞപ്പോ ഹദീസിലുള്ളതായത്, ഹദീസിന്റെ തുടക്കത്തിൽ, ബുഖാരിയിലൊക്കെ തുടക്കത്തിലായത്, മുസ്ലിമിലൊക്കെ തുടക്കത്തിലായത്, മിക്ക ഹദീസ് ഗ്രന്ഥങ്ങളിൽ തുടക്കത്തിലായത് ഈ സംഭവം. കേട്ടോളൂ. ഖദീജ ബീവി റസൂലുള്ളാഹിനോട് പറയാൻ, അന്ന് നബി നബിയായിട്ടുണ്ടോ? ആയിന്ന് നബിക്ക് എന്നെ ഓർമ്മയില്ല, ഖദീജ ബീവിക്ക് അറിയില്ല. പക്ഷെ ഖദീജ ബീവി പറഞ്ഞ വാക്കെന്താ? ഇല്ല, അല്ലാഹുവാണ് സത്യം. കേട്ടോളി, ഹദീസിലുള്ള അല്ലാഹുവാണ് സത്യം, അല്ലാഹു താങ്കളെ കുഴക്കുകയില്ല. എന്താ കാരണം? നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കുന്ന ആളാണ്. ഒരു ഭാര്യ ഭർത്താവിന്റെ ഗുണം അംഗീകരിക്കുന്നു. നിങ്ങൾ റസൂലുള്ളാഹിനോട് പറയാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയണേ, നിങ്ങൾ അല്ലാഹു ബുദ്ധിമുട്ടിക്കൂല. കാരണം നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കുന്ന നല്ല മനുഷ്യനാണ്, സാധുക്കളെ സഹായിക്കുന്നു. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, സാധുക്കളെ സഹായിക്കൽ അള്ളാഹ്ക്ക് ഇഷ്ടമാണെന്ന് ഖദീജ ബീവിനെ ആര് പഠിപ്പിച്ചു? ആരെ പഠിപ്പിച്ചു? കുടുംബ ബന്ധം ചേർക്കൽ പടച്ചോന് പുണ്യമുള്ള കാര്യം. അതൊക്കെ ഓല് പഠിച്ചതാ ഇസ്ലാമിന്, അതൊക്കെ ഓല് പഠിച്ചതാ. പിന്നെന്തേ ഓലെ കുഴപ്പം? ഇബ്രാഹിം നബിയുടെ മില്ലത്തിലാ ഞങ്ങള് ഇബ്രാഹിം നബിന്റെ അനുയായികളാന്നാ ഖുറൈശികൾ വിശ്വസിച്ച്. എന്നിട്ട് അവരെന്തുകൊണ്ട് മുശ്രിക്കായി? നമ്മളും വിശ്വസിക്കുന്ന അങ്ങനല്ലേ, മുഹമ്മദ് നബീന്റെ ഉമ്മത്താണ്. എന്നിട്ട് എന്തേ നമുക്ക് സംഭവിച്ചത്? അതങ്ങനെ ശരിക്കും പരിശോധിക്കേണ്ടത്. എന്താണ് പ്രശ്നം? എന്താണ്? ഇനിയോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് വിശുദ്ധ ഖുർആനിൽ, ആ മക്കയിലെ മുശ്രിക്കൾക്ക് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അള്ളാഹ് പറഞ്ഞാ പിന്നെ പ്രശ്നം തീർന്നല്ലോ. അത് അംഗീകരിക്കൂല എന്ന് വെച്ചാ പിന്നെ, അതായത് ഈ മക്കാ മുശ്രിക്കുകൾ വൈദാ റകിബൂ ഫിൽ ഫുൽഖി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഫലമ്മാ നജ്ജാഹും മിനൽ ബർരി ഇദാ ഹും യുശ്രികൂൻ. എന്താ ഇതിനർത്ഥം? ആ മക്കയിലെ ബൗദ്ധ വിശ്വാസികൾ അവർ കടലിലൂടെ സഞ്ചരിച്ചാൽ, കാട്ടും കോളും വന്നവർ സഞ്ചരിച്ച വാഹനം വെള്ളത്തിൽ മുങ്ങിപ്പോകും എന്ന് അവർ കണ്ടാൽ ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ഇത് അല്ലാഹ് പറയുന്ന, അവര് പറയല്ല. അവരുടെ ഹൃദയം അറിയുന്ന, മക്കാ മുശ്രിക്കുകളുടെ ഹൃദയം അറിയുന്ന പടച്ചോൻ പറയണെന്ത്? കടലിൽ വെച്ചിട്ട് ആത്മാർത്ഥമായി പൂർണ്ണമായി കീയൊതുക്ക് അല്ലാഹ്ക്കാക്കിയിട്ട് നിഷ്കളങ്ക ഹൃദയത്തോടെ അവർ അല്ലാഹ്നോട് ദ്വേർക്കും. അങ്ങനെ അവർ പ്രാർത്ഥിച്ചത് കാരണത്താൽ അല്ലാഹു അവരെ കടലിൽ നിന്ന് രക്ഷപ്പെടുത്തും. എന്നിട്ട് കരയിലേക്ക് അവരെ കൊണ്ടുവരും. കരയിൽ അവരെത്തുമ്പോ കരയിൽ അവരെത്തിയാൽ അവരതാ ലാത്തെ രക്ഷിക്കണേ, മനാത്തെ കാക്കണേ, ഇബ്രാഹിം നബിയെ രക്ഷിക്കണേ, ഇസ്മായിൽ നബിയെ കാക്കണേ എന്ന് അവർ പ്രാർത്ഥിക്കുന്നു എന്ന് പറയാണ് അല്ലാഹ്. ആലോചിച്ചേ. അപ്പൊ എന്താ ശിർക്ക്?